ഹലോ ഓൾ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ന്യൂ എസ് ആർ ടി സീരീസിലെ അടുത്ത ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് എളുപ്പത്തിലുള്ള പോയിന്റ്സും എളുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിതാ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് 4 ജോഗ്രഫി ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അവയെല്ലാം തന്നെ വലിയ ക്ലാസ്സുകളായിരിക്കും. അത് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ ഒന്നും കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്രയും പോയിന്റ്സ് ഈ കാണുന്ന ഒരു 2 അവേഴ്സിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. പിന്നീട് നമ്മൾ ഇതിന്റെ പുറകെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് റിവൈസ് ചെയ്ത് തീർക്കാൻ മാത്രം നമ്മൾ ബാക്കി വെച്ച് അത്രയും അത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഡ്യൂറേഷൻ ഒന്ന് കണ്ട് പാനിക് ആവണ്ട. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2 ജോഗ്രഫി വിഭാഗത്തിലെ ഭാഗം 2 ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമതേതാണ് മാറുന്ന ഭൂമി എന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാക്കി അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ടെലിഗ്രാം ചാനലിലൂടെ മിസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു മാറുന്ന ഭൂമി എന്ന ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കുറിപ്പ് എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത് പലയിടങ്ങളിലായി സംഭവിച്ച 2024 ജൂലൈ 30 പുലർച്ചെ സംഭവിച്ച ഉരുൾപൊട്ടലുകളിലെ അതിജീവിതയുടെ അനുഭവ സാക്ഷ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനേക്കാളും ഭീകരമായിരുന്നു അന്നത്തെ രാത്രി. അതിഭയാനകമായ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഞെട്ടി ഉണർന്നത്. സമയം 3 മണിയോടടുക്കുന്നു. പുറത്ത് അതിശക്തിയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിശക്തമായ ഉരുൾപൊട്ടൽ അടുത്തെവിടെയോ സംഭവിച്ചതാണെന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയന്നു വിറച്ചുപോയി. പാറകൾ തമ്മിലിടിച്ച് പൊട്ടിത്തെറിച്ച് താഴേക്ക് പതിക്കുന്നതിന്റെ അതിഘോര ശബ്ദം. പലയിടങ്ങളിലായി ആളുകളുടെ നിലവിളികൾ. വീടിനു പുറകിലെ കാട്ടിലൂടെ എത്താവുന്നത്ര ഉയരത്തിലേക്ക് ഓടിക്കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു. അതോടെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ വീടിരുന്ന ഭാഗത്തുകൂടിയല്ല ഉരുൾ പൊട്ടിയത്. ഇനി ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ താമസിച്ചിരുന്നവർ കൂടി രക്ഷപ്പെട്ടോന്നറിയണം. ഓരോരുത്തരുടെയും പേര് വിളിച്ചലറി. കുട്ടികൾ ഉൾപ്പെടെ ഒരു കൂട്ടം മനുഷ്യർ ഓടിയെടുക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കണ്ടത്. ഞങ്ങളുടെ വീടിരുന്ന മലഞ്ചെരുവിൽ ഏതാനും മീറ്റർ താഴെ താമസിച്ചിരുന്നവർ, അവരുടെ ദേഹം അപ്പാടെ ചെളിയായിരുന്നു. എല്ലാവരും ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ 2ാമത്തെ പൊട്ടി. പിന്നൊന്നും നോക്കാതെ ഞങ്ങൾ എല്ലാവരും വീട് വിട്ട് കുന്നിൻ മുകളിൽ സുരക്ഷിതമെന്ന് തോന്നിയ ഒരിടത്തേക്ക് ഓടി. അപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാതെ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തിയ ഒരു ഉരുൾപൊട്ടലിന്റെ അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം ഭീകരമാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഭൂപ്രതിഭാസങ്ങൾ, ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, എല്ലാ ഭൗമ പ്രതിഭാസങ്ങളും വിനാശകാരികളാണോ? എന്തുകൊണ്ടാണ് വിനാശകാരികളായ ഭൗമ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്? ഇവ മുൻകൂട്ടി പ്രവചിക്കാനാകുമോ? ഭൗമ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകുന്നത് എപ്പോഴാണ്? ഇത്തരം ഭൗമ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് വിപത്തും ദുരന്തവും തമ്മിലുള്ള വ്യത്യാസം എന്ന്. അപ്പൊ വിപത്ത് എന്നാൽ ഹസാർഡ്, അതുപോലെ ദുരന്തം എന്നാൽ ഡിസാസ്റ്റർ ആണ്. അപ്പൊ എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദുരന്ത നിവാരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നാം പരിചയപ്പെടേണ്ടതായി ഉണ്ട്. അതുകൊണ്ടാണ് ഇവ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. എന്താണ് വിപത്ത്, ദുരന്തം, നഷ്ടസാധ്യത, ആഘാത സാധ്യത, കാര്യക്ഷമത എന്നിവയാണ് ഈ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞത്. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിനെ വിപത്ത് എന്ന് പൊതുവെ വിവക്ഷിക്കാം. അപ്പൊ എന്താണ് വിപത്ത്? ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യം ഏതാണോ അതിനെയാണ് വിപത്ത് അഥവാ ഹസാർഡ് എന്ന് പറയുന്നത്. ഇനി ദുരന്തം എന്നത് എന്താണ് എന്ന് വെച്ചാല്,
ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ദുരന്തം എന്ന് പറയുന്നത്. ഇതിനെയാണ് ദുരന്തം എന്ന് പറയുന്നത്. അതായത് വിപത്ത് മൂലം ദുരന്തം സംഭവിക്കാം എന്നാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിപത്തിനെ നേരിടാൻ കഴിയാതെ വരികയും ആ വിപത്ത് കാരണം സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായി ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും തന്മൂലം ദൈനംദിന ജീവിതത്തിൽ ക്ഷതമേൽക്കുകയും സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കേണ്ട വരുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് ദുരന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുരന്തത്തിന് ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ഭൗതിക പ്രക്രിയയാണ് വിപത്ത് എന്നത്. ഉദാഹരണമായിട്ട് ജനവാസം തീരെയില്ലാത്ത ഒരു മരുഭൂമിയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു ഭൂകമ്പം പോലും ദുരന്തമായി പരിഗണിക്കുകയില്ല. മാനുഷിക പ്രവർത്തനത്താലോ പ്രകൃത്യാലോ വിപത്തുകൾ സംഭവിക്കാം. ഏതൊരു വിപത്തിനെയും ഒരു ജനതയ്ക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ദുരന്തമായി പരിണമിക്കാം. അത് തന്നെയാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞത്. ഒരു വിപത്തിനെ ജനതയ്ക്ക് ഫലപ്രദമായി നേരിടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനെയാണ് ദുരന്തമായിട്ട് പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ വലിയൊരു ഭൂകമ്പം പോലും ജനവാസം ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ സംഭവിച്ചാൽ അതിനെ ദുരന്തമായി കണക്കാക്കില്ല. ജനജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ സംഭവിക്കുന്ന വിപത്ത് മൂലമുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തെ മാത്രമാണ് ദുരന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂസിങ് ആവാനുള്ള പോയിന്റ് ഒന്നുമില്ല, എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറൊന്നുമില്ല. ഓക്കെ. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവാണ് നഷ്ടസാധ്യത അഥവാ റിസ്ക് എന്ന് പറയുന്നത്. നമ്മളിവിടെ കുറച്ച് ടേംസ് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ? വിപത്ത് പഠിച്ചു, ദുരന്തം പഠിച്ചു. അടുത്തതാണ് ഈ പറഞ്ഞിട്ടുള്ളത് നഷ്ടസാധ്യത അഥവാ റിസ്ക് എന്നത്. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവ്, പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവിനെയാണ് നഷ്ടസാധ്യത അഥവാ റിസ്ക് എന്ന് പറയുന്നത്. ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത സ്ഥലത്തോ സമീപ പ്രദേശങ്ങളിലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതിനെയാണ് ആഘാത സാധ്യത അല്ലെങ്കിൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം ആഘാതം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടോ അതിനെയാണ് ആഘാത സാധ്യത അല്ലെങ്കിൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ദുരന്തം കാരണം പ്രതീക്ഷിക്കാവുന്ന നഷ്ടങ്ങൾ നഷ്ടസാധ്യത, അവിടെ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നഷ്ടങ്ങളുടെയും സാധ്യത അല്ലെങ്കിൽ തോതിനെയാണ് ആഘാത സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടെ ഹയർ വാല്യൂ ആണ് വരുന്നത്. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ഉള്ള കഴിവ്, ജനതയുടെ ആ ഒരു കഴിവിനെ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയൊക്കെയാണ് കാര്യക്ഷമത അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് അർത്ഥമാക്കുന്നത്. ആ ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അതിനെ ഒന്നെങ്കിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നേരിടാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണല്ലോ നമ്മൾ ദുരന്തമായിട്ട് കരുതുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ നേരിടാൻ കഴിയുകയോ പ്രതിരോധിക്കുകയോ ലഘൂകരിക്കുകയോ തരണം ചെയ്യുകയോ ചെയ്യുന്നതിനായിട്ട് ജനങ്ങൾക്കുള്ള അവരുടെ കഴിവ്, വിഭവങ്ങൾ, മാർഗങ്ങൾ, എന്തെല്ലാം വിഭവങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകും, ലഘൂകരിക്കാനാകും എന്നുള്ള രീതിയിലുള്ള അവരുടെ കഴിവിനെ, വിഭവങ്ങളെ, മാർഗങ്ങളെയാണ് കാര്യക്ഷമത അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചല്ലോ. എന്താണ് വിപത്ത്, എന്താണ് ദുരന്തം, നഷ്ടസാധ്യത, ആഘാത സാധ്യത, കാര്യക്ഷമത എന്നതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട ദുരന്ത നിവാരണ പദ്ധതികളൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ പഠിക്കേണ്ട വാക്കുകളും അവയുടെ ഒരു ഡെഫിനിഷൻ പോലുള്ള ഒരു കാര്യങ്ങളും എന്താണ് അവ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി ഈ ഒരു ഭൗമ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൗമചലനങ്ങൾ കൊണ്ടാണ് മിക്ക ഭൗമ പ്രതിഭാസങ്ങളും ഇത്തരത്തിൽ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഭൗമ ചലനങ്ങൾ എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
നമ്മൾ നേരത്തെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചപ്പോൾ തന്നെ ഭൂമിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഭൂവൽക്കം, മാൻഡില്, അകക്കാമ്പ് ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഭൂമിയുടെ ലെയേഴ്സ്, ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ നമ്മൾ ശിലാമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അസ്തനോസ്ഫിയർ ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിലേക്ക് ഇവയുടെയൊക്കെ അടിസ്ഥാനം വെച്ചുകൊണ്ട് ശിലാമണ്ഡലത്തിന്റെ മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ചലനങ്ങളെ കുറിച്ചും ഇതിന് കാരണമായിട്ടുള്ള ബലങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് നമ്മൾ ഭൗമ ചലനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ പറഞ്ഞ അടിസ്ഥാന വിവരങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഭൗമോപരിതലം സമതലം പോലെ എല്ലാം നിരപ്പാണോ? കോണ്ടിനെന്റ്സ്, സമുദ്രം, മറ്റു കാര്യങ്ങളെല്ലാമായിട്ട് ഭൗമ സവിശേഷതകൾ നമ്മൾ പഠിച്ചു. മനസ്സിലായ കാര്യമാണ്, ഇതൊന്നും നിരപ്പായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമൊന്നുമല്ല നമ്മുടെ ഭൗമോപരിതലം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഈ ഭൗമോപരിതലം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമുക്കറിയാം, മാഗ്മകൾ കാരണം ഭൗമോപരിതലത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധിയായ ചലനങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെയും പ്രക്രിയകളുടെയും ഫലമായാണ് ഭൗമോപരിതലത്തിലെ ഓരോ രൂപവും രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാണ് ഹിമാലയ പർവ്വതത്തിന് ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മൗണ്ട് എവറസ്റ്റിന് ഉയരം കൂടുന്നു. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായിട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് നിദാനമായിട്ടുള്ള ചലനങ്ങളെയാണ് നമ്മൾ പൊതുവെ ഭൗമചലനങ്ങൾ എന്ന് പറയുന്നത്. ഭൗമചലനങ്ങൾ, ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് കാരണമായിട്ടുള്ള ചലനങ്ങളെയാണ് നമ്മൾ ഭൗമചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭൗമചലനങ്ങൾ ഉണ്ടാകുന്നത് ചില അടിസ്ഥാനമായിട്ടുള്ള ബലങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ ഭൗമചലനങ്ങൾക്ക് അവയ്ക്ക് കാരണമായിട്ടുള്ള ബലങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭൗമചലനങ്ങൾ അവയ്ക്ക് കാരണമായിട്ടുള്ള ബലങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന്, അന്തർജന്യ ചലനങ്ങൾ, എൻഡോജനിക് മൂവ്മെന്റ്സ്, അതായത് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് അന്തർഭാഗത്ത് നിന്ന് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകൾ കാരണമാണ് ഈ അന്തർജന്യ ചലനങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഭൂമിക്കുള്ളിലെ അണുപ്രസരണം, ആദിമതാപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം തുടങ്ങിയവയാണ് അന്തർജന്യ പ്രക്രിയകൾക്ക് കാരണമായിട്ടുള്ള ബലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അന്തർജന്യ ചലനങ്ങൾക്ക് കാരണമായിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അണുപ്രസരണം, ഭൂമിക്കുള്ളിലെ അണുപ്രസരണം നമുക്കറിയാം. ആദിമ താപം എന്താണ്? ഭൂമിക്കുള്ളിൽ നല്ല ചുട്ടുപഴുത്ത അവസ്ഥയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഭൂമിയുടെ ഭ്രമണം, ഭൂമിയുടെ താപ വ്യതിയാനം അറിയാം. സംവഹന പ്രവാഹം നമുക്ക് താഴെ പഠിക്കാനുണ്ട് കേട്ടോ. സംവഹന പ്രവാഹം ഇവിടെ പഠിക്കാനുണ്ട്. കൺവെക്ഷൻ കറൻസ് എന്താണെന്നുള്ളത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഭാഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഈ അന്തർജന്യ ചലനങ്ങളെ പിന്നീടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, മന്ദചലനങ്ങളെന്നും ദ്രുതചലനങ്ങളെന്നും. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഭൗമചലനങ്ങളിലെ രണ്ടാമത്തെ ഭാഗമാണ് ബാഹ്യജന്യ ചലനങ്ങൾ എന്ന് പറയുന്നത്, എക്സോജനിക് മൂവ്മെന്റ്സ്. അതായത് ഉപരിതലത്തിലെ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് ഇവ. ഇതിന് കാരണം എന്തൊക്കെയാണ്? ഭൂപ്രദേശത്തിന്റെ ചരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനവും മറ്റും മൂലം തന്മാത്രകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം, ഒഴുകുന്ന ജലങ്ങൾ, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, അങ്ങനെ വിവിധ രാസപ്രവർത്തനങ്ങൾ, ഇവയൊക്കെയാണ് ബാഹ്യജന്യ പ്രക്രിയകൾക്ക് കാരണം. ഇവയൊക്കെ എളുപ്പമല്ലേ, നമുക്ക് കേട്ടാൽ തന്നെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഭൗമചലനങ്ങൾ രണ്ട് വിധത്തിലാകുന്നത്. അന്തർചലനവും അന്തർജന്യ ചലനങ്ങളും അതുപോലെ ബാഹ്യജന്യ ചലനങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ സംവഹന പ്രവാഹം. എന്താണ് സംവഹന പ്രവാഹം എന്ന് നോക്കാം. കൺവെക്ഷൻ കറൻസ് അഥവാ സംവഹന പ്രവാഹങ്ങൾ.
ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ചുട്ടുപഴുത്ത അവസ്ഥയിൽ താപം കൂടി കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഭൂമിയുടെ ഉള്ളറ താപം വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്കത്തോടടുക്കുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും മാഗ്മ ചൂടായി ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം എന്ന് പറയുന്നത്. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഏതാനും പേപ്പർ കഷ്ണങ്ങൾ ഇടുക. ബീക്കറിന്റെ അടിഭാഗത്തുള്ള ജലപാളി ചൂടായി മുകളിലേക്ക് വരുന്നതും മുകളിലെത്തി തണുത്ത് താഴേക്ക് പോകുന്നതും ബീക്കറിൽ നിക്ഷേപിച്ച പേപ്പർ കഷ്ണങ്ങളുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ രീതിയിലാണ് ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മയും ചലിക്കുന്നത്. അതായത് ഇവിടെ ഇതൊരു ബീക്കർ ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ തീ ഉണ്ടെന്ന് കരുതി. ഇവിടെ നിന്നാണ് ഹീറ്റ് പ്രവഹിക്കുന്നത് മുകളിലേക്ക്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചൂടുള്ള ഈ ഒരു വായു മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം തണുത്തത് താഴത്തേക്ക് വരുന്നു. ഈ ഒരു രീതിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംവഹന പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞത്. ഉള്ളില് ചൂടായതുകൊണ്ട് ഇവിടെ നിന്ന്, അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും താപം കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്നർ കോറും ഔട്ടർ കോറും നല്ല രീതിയിൽ ചൂട് കൂടിയ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ പറയുന്ന ഇവിടെയുള്ള മാഗ്മ എന്താണ്, ചൂട് കൂടിയതാണ്. അതുകൊണ്ട് എന്താണ്, ഡെൻസിറ്റി കുറവായിരിക്കും ഇവയ്ക്ക്. അപ്പൊ ഇവ ഇങ്ങനെ മൂവ് ചെയ്ത് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉയർന്ന് ഈ മാഗ്മ മുകളിലേക്ക് ഉയരുകയും ഇവ ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയർന്നു പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെയുള്ള തണുത്ത മാഗ്മ, ഈ ഭൂവൽക്കത്തോടടുത്തുള്ള മാഗ്മ അവ തണുത്ത് താഴ്ന്നു വരികയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇവ മൂവ് ചെയ്ത് താഴ്ന്ന ഭാഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അന്നേരം ഇവിടെയുള്ള ഈ ഒരു ചൂടുള്ള മാഗ്മ റിപ്പീറ്റഡ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. ഇതാണ് സംവഹന പ്രവാഹം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന സെല്ലിന് ഇതിപ്പോ ഇതുപോലെ മാഗ്മ മുകളിലേക്ക് ഉയർന്ന് ഇത്തരത്തിൽ ഭൂവൽക്കത്തോട് ചേരുകയും അതുപോലെ ഡെൻസിറ്റി കൂടിയ മുകളിലത്തെ തണുത്ത മാഗ്മ തിരിച്ചതുപോലെ ഭൂവൽക്കത്തിൽ നിന്ന് താഴേക്കുള്ള ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് സംവഹന പ്രവാഹങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ സംഭവിക്കുന്ന ഇതിനെയാണ് നമ്മൾ കൺവെക്ഷൻ കറന്റ് സെൽ എന്ന് പറയുന്നത്. കൺവെക്ഷൻ സെൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഈ ഒരു ഭാഗത്തിനെയാണ്. അപ്പൊ എന്താണ് കൺവെക്ഷൻ കറന്റ്സ് അല്ലെങ്കിൽ സംവഹന പ്രവാഹങ്ങൾ എന്ന് മനസ്സിലായി അല്ലേ? ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഉദാഹരണ സഹിതം ഇവിടെ തന്ന ഒരു ബീക്കറിന്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ കുറച്ച് ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് തന്നിട്ടുണ്ട്, പിക്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തൊക്കെയാണ് ഇത്? ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇത് ഭൂകമ്പമാണ്. ഒരു ഭൂകമ്പത്തിൽ നശിച്ച കെട്ടിടങ്ങളും മറ്റുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഭൂകമ്പമാണ്. ഇതെന്താണ്? വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പിക്ചർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫലക ചലനങ്ങളാണ്. നമ്മൾ കൺവേർജന്റ് ആയിട്ടുള്ള ഫലകങ്ങളും ഡൈവേർജന്റ് ആയിട്ടുള്ള ഫലകങ്ങളും സ്ലൈഡ് ചെയ്ത് പോകുന്ന ഫലകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇത് ഫലക ചലനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഭൗമ പ്രതിഭാസങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങളായിട്ട് തന്നിട്ടുള്ളത്. അവ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, പർവ്വത രൂപീകരണം, ഭൂഖണ്ഡ രൂപീകരണം, ഫലക ചലനം എന്നിവയെല്ലാം അന്തർജന്യ ചലനങ്ങളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, പർവ്വത രൂപീകരണം, ഭൂഖണ്ഡ രൂപീകരണം, ഫലക ചലനം ഇവയെല്ലാം തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഇവയെല്ലാം തന്നെ എന്താണ്? അന്തർജന്യ ചലനങ്ങളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തർജന്യ ചലനങ്ങളെ പിന്നീട് നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. എന്താണ്? മന്ദചലനങ്ങൾ എന്നും അതുപോലെ ദ്രുതചലനങ്ങൾ എന്നും. അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്ന്, ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകളും പർവ്വത രൂപീകരണ പ്രക്രിയകളുമായിട്ടാണ് മന്ദചലനങ്ങളെ പിന്നീടും രണ്ടായി തരംതിരിക്കുന്നത്. എന്നാൽ ദ്രുതചലനത്തിലേക്ക് വരുമ്പോൾ ഭൂകമ്പങ്ങൾ എന്നും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നുമാണ് രണ്ടായിട്ട് ദ്രുതചലനങ്ങളെ തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഭൗമചലനങ്ങളെ രണ്ടായി തിരിക്കുന്നു. അന്തർജന്യ ചലനങ്ങൾ എന്നും ബാഹ്യജന്യ ചലനങ്ങൾ എന്നും. അതിൽ അന്തർജന്യ ചലനങ്ങളെ വീണ്ടും നമ്മൾ രണ്ടായി തിരിച്ച് മന്ദചലനങ്ങൾ എന്നും ദ്രുതചലനങ്ങൾ എന്നും തിരിക്കുന്നുണ്ട്.
ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സ് എന്നും സഡൻ മൂവ്മെന്റ്സ് എന്നും. ഇതിൽ മന്ദചലനങ്ങളെ നമ്മൾ പിന്നീടും രണ്ടായി തിരിച്ചു. എന്താണ്? ഈപ്പറോജനിക് പ്രോസസ് എന്നും ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ എന്നും ഓറോജനിക് പ്രോസസ് പർവ്വത രൂപീകരണ പ്രക്രിയകൾ എന്നുമാണ്. ദ്രുതചലനങ്ങളിലേക്ക് വരുമ്പോൾ സഡൻ മൂവ്മെന്റ്സിൽ എർത്ത് ക്യൂക്സും ഭൂകമ്പങ്ങളും വോൾക്കാനിക്സും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമാണ് സംഭവിക്കുന്നത്. ഇനി ഇതിലെ മന്ദചലനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനങ്ങൾ എന്ന് പറയുന്നത്. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളെയാണ് നമ്മൾ മന്ദചലനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മന്ദചലനങ്ങൾ എന്ന് മനസ്സിലായി. അടുത്തത്, ഇതിൽ വരുന്ന ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകളും പർവ്വത രൂപീകരണ പ്രക്രിയകളും എന്താണെന്നാണ് ഇനി നോക്കുന്നത്. ഒരു വിശാല ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമാകുന്ന പ്രക്രിയയാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ. വിശാലമായിട്ടുള്ള ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമായിട്ടുള്ള പ്രക്രിയ എന്താണോ അതിനെയാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഇവ ഭൗമോപരിതലത്തിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ കാരണമാകുന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് ഇവ കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത്. എന്നാൽ പർവ്വത രൂപീകരണ ചലനങ്ങൾ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പർവ്വത രൂപീകരണത്തിന് കാരണമാകുന്ന ചലനങ്ങളെയാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ പർവ്വത രൂപീകരണ പ്രക്രിയകൾ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഭൂവൽക്കത്തിൽ സൃഷ്ടിക്കുന്നത്. ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്നാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. നമ്മൾ ഹിമാലയ രൂപീകരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് ഭൂവൽക്കത്തിൽ പർവ്വത രൂപീകരണം സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാകേണ്ടതെന്ന് വെച്ചാൽ, ഭൂമി നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് അന്തർജന്യ ചലനങ്ങൾ. അതിനെ രണ്ടാമത് വിഭജിക്കുമ്പോൾ മന്ദചലനങ്ങൾ ഉണ്ടാകുന്നു. മന്ദചലനങ്ങളിൽ ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകളും പർവ്വത രൂപീകരണ പ്രക്രിയകളും ഉണ്ടാകുന്നു. ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ വളരെ ചെറിയ തോതിൽ മാറ്റം ഉണ്ടാകുന്ന, വലിയ രീതിയിൽ ഭവിഷ്യത്തുകളൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ളതാണ്. നമ്മുടെ ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ച ഉപദ്വീപിയൻ പീഠഭൂമിയൊക്കെ ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതുപോലെ മറ്റു ചില കോണ്ടിനെന്റ്സിലുള്ള പ്ലെയിൻസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതും ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അവ കാരണം നമുക്ക് എന്തായാലും ഒന്നും സംഭവിക്കുന്നില്ല. ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ പർവ്വത രൂപീകരണ പ്രക്രിയകൾ ഇപ്പോൾ വിവിധ തരത്തിലുള്ള, നമ്മളെ കോണ്ടിനെന്റിൽ ഉള്ളത് മാത്രമല്ല മറ്റു കോണ്ടിനെന്റിലും ഉള്ള പർവ്വതങ്ങളുടെയൊക്കെ രൂപീകരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയതുകൊണ്ട് തന്നെ ഓറോജനിക് പ്രോസസ്സസ്, ഓറോജനി എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വത രൂപീകരണം എന്നാണ്. അപ്പോൾ പർവ്വത രൂപീകരണം സംഭവിക്കുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ പർവ്വത രൂപീകരണം വരുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്നത്, നേരത്തെ നമ്മൾ കണ്ടില്ലേ ഭൂചലനങ്ങൾ കാരണം, ഇവിടെ കണ്ടോ ബലക ചലനങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് പർവ്വത രൂപീകരണം പ്രധാനമായും പറയാം. ഒന്ന് കംപ്രഷണൽ സ്ട്രെസ് കൊണ്ട്, രണ്ട് ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ കംപ്രസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ഒരു സ്ട്രെസ് കാരണം സംഭവിക്കുന്ന മൗണ്ടെയിൻ ബിൽഡിംഗ് സംഭവിക്കാം. അതുപോലെ രണ്ടാമത് വേണമെങ്കിൽ ഇവിടെ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഇതുപോലെ ടെൻഷണൽ സ്ട്രെസ് കൊണ്ട്, രണ്ട് വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്ന ബലങ്ങൾ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടും ഈ പറയുന്ന പോലെ ഒരു പർവ്വത രൂപീകരണം ഉണ്ടാകാം. അതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതിന് ഒരു ഉദാഹരണം പോലെ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ഖണ്ഡ പർവ്വതവും അതിന്റെ ഭാഗമായി തന്നെ രൂപപ്പെടുന്ന ഭ്രംശ താഴ്വരകളുമാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു ഭൂഖണ്ഡ ഭാഗത്ത് ഇത് കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ആ ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നത്. അതുകൂടാതെ ഇവിടെ മുകളിലേക്കും താഴേക്കുമായിട്ടും ബലം പ്രയോഗിക്കപ്പെടുന്നു. ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ട്രെസ്സും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നോർമലി ഇത്തരത്തിൽ ഓപ്പോസിറ്റ് സൈഡായിട്ട് ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുകളിലേക്കും താഴേക്കുമായിട്ടും ബലം പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭൂവിഭാഗം നോർമൽ ദിശയിൽ നിന്ന് താഴേക്ക് വരികയും ഈ ഭാഗം ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ഖണ്ഡപർവ്വതങ്ങളും അതുപോലെ ഭ്രംശ താഴ്വരകളും രൂപം കൊള്ളുന്നത്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അതായത്
നമ്മുടെ ഈ ഒരു ഭൂവിഭാഗത്ത് നിരന്തരം ചലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് മനസ്സിലായി. ഇതിൽ ഈ ഒരു ഭൂവിഭാഗത്തിൽ ഇതുപോലെ കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ വിവിധ തരത്തിലുള്ള ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഒന്ന് സെയിം ദിശയിലേക്ക് സംഭവിക്കുന്നു, പിന്നീട് ഇത് ഓപ്പോസിറ്റ് ദിശയിലേക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ഭൂവിഭാഗത്തിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ബലം പ്രയോഗിക്കപ്പെടുന്നത്. ആ സമയത്ത് ഒരു നിശ്ചിത ഭൂവിഭാഗത്തിൽ താഴേക്ക് ചലിക്കപ്പെടുക, അല്ലെങ്കിൽ അവ താഴേക്ക് പുള്ള് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഭൂവിഭാഗം നോർമൽ നിരപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോവുകയും ഇവിടെ ഒരു വാലി അല്ലെങ്കിൽ താഴ്വര രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ഭൂരൂപങ്ങൾ രൂപപ്പെടാറുണ്ട്. അങ്ങനെ രൂപപ്പെടുന്ന ഇതൊരു ടെൻഷണൽ സ്ട്രെസ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ടാകുന്ന ബലത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഭ്രംശ താഴ്വര ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഭൂവിഭാഗമാണ് ഭ്രംശ താഴ്വര. ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നതാണ് ഖണ്ഡപർവ്വതങ്ങൾ. ഇങ്ങനെയാണ് ഖണ്ഡപർവ്വതങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടെയിൻസ്. ഇത്തരത്തിൽ ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ് ഉണ്ടാകുന്നത്. ഹിമാലയം എന്തുതരം പർവ്വതമാണെന്ന് ഓർമ്മയുണ്ടോ? ഹിമാലയം ഫോൾഡ് മൗണ്ടെയിൻ ആണ് കേട്ടോ. ഫോൾഡ് ആയിട്ട് ഇങ്ങനെ രൂപപ്പെട്ടിട്ടാണ് വരുന്നത്. ഹിമാലയം ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഇത് മറ്റൊരു തരം മൗണ്ടെയിൻ ആണ്, ഖണ്ഡപർവ്വതം അഥവാ എന്താണ് ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ്. ഓരോ ബ്ലോക്കുകളായിട്ടല്ലേ ഉള്ളത്. അപ്പൊ ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ്. അപ്പൊ ഇത്തരത്തിൽ സംഭവിക്കുന്നതിന് കാരണം എന്താണ്? ഈ ഒരു ഭാഗത്തെ ഇവ പുള്ളിങ് ആണ്, താഴത്തേക്ക് വലിക്കപ്പെടുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോൾട്ട് അല്ലെങ്കിൽ ഭ്രംശനം എന്ന് പറയുന്നത്. ഈ ഫോൾട്ട് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഖണ്ഡപർവ്വതങ്ങളും അവയോടനുബന്ധിച്ച് തന്നെ ഭ്രംശ താഴ്വരകളും രൂപം കൊള്ളുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ താഴേക്ക് നീക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ താഴേക്ക് താഴ്ന്നു പോയിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് ഗ്രാബൻ എന്ന് പറയുന്നത്. ഗ്രാബൻ ഇതെവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഗ്രാബൺ. താഴേക്ക് പോയിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ഗ്രാബൺ എന്നും, മുകളിലേക്കുള്ള ഈ ഒരു ഭാഗത്തെ, ഈ ഒരു ഭാഗം ഉയർന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ, അപ്ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം അല്ലേ, ഇതിനെ ഹോഴ്സ്റ്റ് എന്നുമാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് ടേം ഹോഴ്സ്റ്റ്. മുകളിലേക്കുള്ള ഭാഗത്തിന് ഹോഴ്സ്റ്റ് എന്നും താഴത്തേക്ക് പുള്ള് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗത്തിനെ ഗ്രാബൺ എന്നുമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഖണ്ഡപർവ്വതം എന്നും ഭ്രംശ താഴ്വരകളും എന്നും കണ്ടു. അപ്പൊ ഇതിൽ തന്നെ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ഭൂചലനങ്ങൾ സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ യങ് ബ്ലോക്ക് മൗണ്ടെയിൻസും അതുപോലെ ഓൾഡ് ബ്ലോക്ക് മൗണ്ടെയിൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവയെല്ലാം തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആഫ്രിക്കയിലുള്ള മിതുംബ മൗണ്ടെയിൻസ്, മുച്ചിങ്ക മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ യങ് ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ്. മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. അതൊന്നും ഇവിടെ ഇപ്പൊ പഠിക്കാനില്ല, പക്ഷെ ഉദാഹരണങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മൗണ്ടെയിൻസ് ഒക്കെ കാണുമ്പോൾ ഖണ്ഡപർവ്വതമാണ് അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ് എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ തന്നെ നമുക്ക് ഭ്രംശ താഴ്വരകളും ഉണ്ടാകും, അല്ലെങ്കിൽ റിഫ്റ്റ് വാലീസ്, റിഫ്റ്റ് വാലി എന്നാണ് പറയുന്നത് കേട്ടോ. റിഫ്റ്റ് വാലീസും കാണപ്പെടുന്നതാണ്. ഇവ ഒരു ഭ്രംശനം എന്ന ഈ ഒരു പ്രക്രിയ കാരണം രൂപപ്പെടുന്ന ഭൂവിഭാഗം അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെടുന്ന പ്രവർത്തനമാണ് ഇത്. അതുപോലെ താഴ്ത്തപ്പെടുന്ന ഈ ഒരു ഭാഗത്തിലാണ് ഭ്രംശ താഴ്വര രൂപം കൊള്ളുന്നതിന് കാരണം. അപ്പൊ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു മന്ദചലനങ്ങൾ എന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ദ്രുതചലനങ്ങളാണ് നോക്കേണ്ടത്. ദ്രുതചലനങ്ങളിൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമാണ് വരുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളുമാണ് ദ്രുതചലനത്തിൽ ഉൾപ്പെടുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂകമ്പം എന്നിങ്ങനെയുള്ള ദ്രുതചലനങ്ങൾക്കും അന്തർജന്യ ബലങ്ങൾ കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവ പലപ്പോഴും ഭൗമോപരിതലത്തിൽ വിനാശകാരികളായി മാറാറുണ്ട്. ഇത് ഇവിടെ പിക്ചർ കണ്ടോ? അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എത്രത്തോളം വിനാശകാരികളാണ് എന്നുള്ളതാണ് ഈ പിക്ചറിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ എന്താണ് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ? അതെങ്ങനെയൊക്കെയാണ് നമുക്ക് വിനാശകരമായി മാറുന്നത്? അതെങ്ങനെയാണ് വിനാശകരമായി മാറാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. PYQ ആണ് കേട്ടോ. എന്താണ് ലിത്തോസ്ഫിയർ എന്നത്? ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുമുള്ള ഈ പാളിയുടെ തൊട്ടു താഴെ ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അസ്തനോസ്ഫിയർ എന്ന മേഖലയെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അസ്തനോസ്ഫിയർ? ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ
ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് അസ്തനോസ്ഫിയർ. ശരാശരി 100 കിലോമീറ്റർ ആണ് കനം. ഖരാവസ്ഥയിലുള്ളത് ശിലാമണ്ഡലമാണ് കേട്ടോ. അസ്തനോസ്ഫിയർ ഏതവസ്ഥയിലായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അർദ്ധദ്രാവകാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ. അർദ്ധദ്രാവകാവസ്ഥയിലാണ്, സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് അസ്തനോസ്ഫിയർ ഉള്ളത്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നാണ് ശിലാദ്രവം അഥവാ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെയും ദുർബല പ്രദേശങ്ങളിലൂടെയും ഭൗമോപരിതലത്തിലേക്ക് വമിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് അസ്തനോസ്ഫിയർ ആണ് അർദ്ധദ്രാവകാവസ്ഥയിലുള്ളത്. അവിടെ നിന്നാണ് ശിലാദ്രവം അല്ലെങ്കിൽ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെയും ദുർബല പ്രദേശങ്ങളിലൂടെയും ഭൗമോപരിതലത്തിലേക്ക് വമിക്കുന്നത്. ഭൗമാന്തർ ഭാഗത്തു നിന്നും ശിലാദ്രവത്തോടൊപ്പം വാതകങ്ങൾ, ചാരം, ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയവ ഭൗമോപരിതലത്തിലേക്ക് പുറംതള്ളുന്ന ഇത്തരം മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ അഥവാ വോൾക്കാനോസ്. ഇങ്ങനെ പുറംതള്ളുന്ന വസ്തുക്കളെ അഗ്നിപർവ്വത വസ്തുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അസ്തനോസ്ഫിയറിൽ നിന്നും മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെയും അതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ ഭൗമോപരിതലത്തിൽ ഇവിടെ ഇങ്ങനെ ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ വിള്ളലുകളോ രൂപപ്പെട്ടിട്ടുള്ളതിൽ നിന്നും അസ്തനോസ്ഫിയറിലെ ഒഴുകുന്ന അർദ്ധദ്രാവകാവസ്ഥയിലുള്ള മാഗ്മ, ചൂടുള്ള മാഗ്മ ഭൗമോപരിതലത്തിലേക്ക് പ്രവേശിക്കുകയും അതോടൊപ്പം എന്തൊക്കെയാണ്? ശിലാദ്രവം മാത്രമല്ല, വാതകം, ചാരം, പൊടിപടലങ്ങൾ, ശിലാഖണ്ഡങ്ങൾ, നീരാവി ഇത്തരത്തിലെല്ലാം ചേർന്നാണ് ഭൂമിയിലേക്ക് ഭൗമോപരിതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പുറന്തള്ളുന്ന ഈ വസ്തുക്കളെ എല്ലാമാണ് അഗ്നിപർവ്വത വസ്തുക്കൾ എന്ന് പറയുന്നത്. ഉപരിമാന്റലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. ഉപരിമാന്റലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെയാണ് മാഗ്മ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഉപരിതലത്തിലേക്ക് എത്തുന്നതോടെ ഇവ ലാവയായി മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് മാഗ്മ പുറന്തള്ളുകയാണ്. മാഗ്മ പുറന്തള്ളുമ്പോൾ ഇവിടെ ഉപരിമാന്റലിൽ ഇതിന് അറിയപ്പെടുന്ന പേര് മാഗ്മ എന്നും, ഭൗമോപരിതലത്തിൽ എത്തിക്കഴിയുമ്പോൾ മാഗ്മ തണുത്തുറഞ്ഞ് എന്താവുന്നു? ലാവയാവുന്നു, ലാവയായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഉപരിമാന്റലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ മാഗ്മ എന്ന് വിളിക്കുന്നു. എന്നാൽ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതോടെ ഇവ ലാവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനമാണ്, വോൾക്കാനിസം ആണ് പഠിക്കാനുള്ളത്. മാഗ്മയുടെ രൂപീകരണം, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം, ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറന്തള്ളൽ, തൽഫലമായി ഉണ്ടാകുന്ന സ്ഫോടനം, ലാവാ പ്രവാഹം, മാഗ്മയുടെ ഘനീകരണം, വിവിധ ആഗ്നേയ രൂപങ്ങളുടെ രൂപീകരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാണ്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. ഇവയാണ് അഗ്നിപർവ്വതങ്ങൾ. വലിപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡറ എന്നിങ്ങനെ തിരിക്കാം. അഗ്നിപർവ്വതങ്ങളെ അവയുടെ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്നും കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്നും കാൽഡറ എന്നും മൂന്നായി തരംതിരിക്കാം. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട്, ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രളയ സമതലങ്ങളും രൂപപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ഡക്കാൻ പ്രവിശ്യ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. കരയിലും കടലിന്റെ അടിത്തട്ടിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് അഗ്നിപർവ്വതം? അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടത്. ഭൂമിക്കുള്ളിൽ നിന്നും ഉരുകി ബഹിർഗമിക്കപ്പെടുന്ന ശിലാദ്രവമായിട്ടുള്ള മാഗ്മ പുറത്തേക്ക് വന്ന് ഉറവ അല്ലെങ്കിൽ വെന്റ് വഴി പുറത്തേക്ക് വന്ന് ചുറ്റും നിക്ഷേപിക്കപ്പെടുന്നതിന്റെ ഫലമായിട്ട് ചില സ്ഥലങ്ങളിൽ ഉയർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മിക്കപ്പോഴും ലാവയോടൊപ്പം ഖരരൂപത്തിലുള്ള ശിലാപദാർത്ഥങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ വൃത്താകാരത്തിലുള്ള ചുവടോടുകൂടിയ അഗ്നിപർവ്വതങ്ങൾ വിവിധ നിർമ്മിതികളായിട്ടാണ് ഭൗമോപരിതലത്തിൽ രൂപപ്പെടുന്ന നിർമ്മിതികളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ,
കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡറ എന്നിങ്ങനെ. ഇതിൽ നമുക്ക് ഇന്ത്യയിൽ ഉദാഹരണം പറയാൻ പറ്റുന്നത് അഗ്നിപർവ്വതത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായിട്ടുള്ള ബസാൾട്ട് പ്രളയ സമതലങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ഡെക്കാൻ പ്ലേറ്റ്യൂ അതിനൊരു ഉദാഹരണമായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് കരയിലും കടലിന്റെ അടിത്തട്ടിലുമായിട്ട് ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഉണ്ട് എന്ന്. അഗ്നിപർവ്വതങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജപ്പാൻ, അമേരിക്ക, ഫിലിപ്പൈൻസ് ഇവയൊക്കെയാണ്. ആഴക്കടലില് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഹവായി ദ്വീപുകളുണ്ട്. ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ്. അതായത് ആഴക്കടൽ മേഖലകളിൽ അഗ്നിപർവ്വതത്തിന്റെ സമുദ്രനിരപ്പിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഹവായി ദ്വീപുകൾ. ഇവ ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിലാണ് പരന്നു കിടക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ്. ഇതാണ് അഗ്നിപർവ്വതത്തിന്റെ ഘടനയായി തന്നിട്ടുള്ളത്. ഇവിടെ മാഗ്മ ചേംബർ ഉണ്ട്. പിന്നീട് നമുക്ക് സില്ല്, ലാക്കോലിത്ത് തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണാൻ പറ്റും. അതായത് അവ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് ആണ്. അതായത് ഇതെവിടെ കണ്ടോ, സില്ല് ഇത്തരത്തിൽ കാണപ്പെടുന്നതാണ്. ലാക്കോലിത്താണ് ഈ താഴെ തന്നിരിക്കുന്നത്. ലാവ തണുത്ത് രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ഇതൊക്കെ. അപ്പോ സില്ല്, ലാക്കോലിത്ത്. ഇപ്പൊ സില്ലിനും ലാക്കോലിത്തിനും ഒക്കെ പ്രത്യേകതകളുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് സില്ല് ഹോറിസോണ്ടൽ ആയിട്ട്, ഇത് കണ്ടോ, ഇങ്ങനെ നീളത്തിൽ ഹോറിസോണ്ടൽ ആയിട്ട് സോൾഡിഫൈ ചെയ്യപ്പെടുന്ന ഷീറ്റ് പോലെ തിന്നായിട്ടുള്ള മാഗ്മ ആയിരിക്കും സില്ല് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ലാക്കോലിത്ത് എന്ന് പറഞ്ഞത് ഡോം ഷേപ്ഡ് ആയിരിക്കും. അതായത് എന്താ പറയാ, ഡീപ്പർ ഡെപ്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. പൈപ്പ് ലൈക്ക് ഫോം ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇവയുടെ രൂപം, ഇവ എങ്ങനെയാണോ തണുത്ത് രൂപപ്പെടുന്നത് അതിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് ലാവ തണുത്തുറയുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ ഈ പേരിലൊക്കെ പറയുന്നത്. സില്ല്, ലാക്കോലിത്ത്, അതുപോലെ ലോപ്പോലിത്ത്, ഫാൽക്കോലിത്ത്, അങ്ങനത്തെ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇവയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സില്ല്, ലാക്കോലിത്ത്. പിന്നീട് ഇത് ഇവിടെ വെന്റ് തന്നിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ അഗ്നിപർവ്വത നാളി. അഗ്നിപർവ്വത നാളിയിലൂടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശിലാദ്രവം വരുന്നുണ്ട്, വാതകം, ചാരം, ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി, ഇവയൊക്കെ എന്തൊക്കെയാണ്? അഗ്നിപർവ്വതത്തിലൂടെ പുറന്തള്ളുന്ന വസ്തുക്കളാണ് അഗ്നിപർവ്വത വസ്തുക്കൾ. അപ്പൊ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വത വസ്തുക്കളെയും കൊണ്ട് അഗ്നിപർവ്വത നാളിയിലൂടെ ഇവ പുറത്തു പോകുന്നു. ഇത്തരത്തിൽ ഇവിടെ ഒരു ഭാഗം കാണുന്ന കണ്ടോ, ഈ ഒരു യു ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ക്രേറ്റർ എന്ന് പറയുന്നത്. ക്രേറ്റർ എന്താന്ന് വെച്ചാല് ഈ ഒരു വോൾക്കാനിസം കുറെ ലോങ്ങർ പീരീഡിലേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ലോങ്ങർ പീരീഡിൽ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡിപ്രഷൻ പോലെ ചെറിയൊരു ഭാഗം ഉണ്ടാകും. അതാണ് ക്രേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ക്രേറ്ററിൽ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ പൈറോക്ലാസ്റ്റ് എന്ന് പറയും. പൈറോക്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കും. വോൾക്കാനിക് ആഷ്, ഡസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഭാഗം, ഈ ശിലാദ്രവം കൂടാതെയുള്ള മറ്റ് ഭാഗങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുണ്ടാകുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. ചാരമടങ്ങിയ പുക പുറത്തേക്ക് പോകുന്നു. അതുപോലെ ചാര അടരുകൾ, ഇത്തരത്തിൽ ഇവയെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന്, ക്രേറ്ററിൽ നിന്ന് പുറത്തേക്കായിട്ട് പോകുന്നു. ലാവ ഒഴുക്ക് സംഭവിക്കുന്നു. ഇങ്ങനെയാണ് അഗ്നിപർവ്വതത്തിന്റെ ഒരു ഘടന വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇവിടെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്, അഗ്നിപർവ്വതങ്ങളുടെ വിതരണം. ഇവിടെ വലിയ ഡോട്ടുകളിലായിട്ട് തന്നിട്ടുള്ളത് ഹോട്ട് സ്പോട്ട്സ് ആണ്. ചെറിയ ചെറിയ ഡോട്ടുകളിലായിട്ട് തന്നിട്ടുള്ളത് അഗ്നിപർവ്വതങ്ങൾ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കത്തക്ക വിധത്തിലാണ്. അപ്പൊ ഈ ഒരു മാപ്പ് നോക്കുക, എവിടെയൊക്കെയാണ് അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് പ്രധാനമായും നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എവിടേക്കാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫലക ചലനങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് 7 വൻകരകളാണ് ഉള്ളത് എന്നറിയാം. അതുകൂടാതെ ചെറു ഫലകങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ് ഭൂമിയുടെ ശിലാമണ്ഡലം എന്ന് നമുക്കറിയാം. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ ഈ തരത്തിലുള്ള ഓരോ അഗ്നിപർവ്വതങ്ങളും ഉള്ളത്. പ്രധാനമായിട്ടും ഇവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഫലകങ്ങളുടെയൊക്കെ അതിരുകളിലാണ് ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ കാണപ്പെടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് അപ്പൊ അത് സംഭവിക്കുന്നത്? അതായത് ഭൂമിയുടെ പുറം ഭാഗം, നമ്മൾ നേരത്തെ പറഞ്ഞ ലിത്തോസ്ഫിയർ, വലിയ ശിലാനിർമ്മിതമായിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ്, ഈ പറഞ്ഞ ഫലകങ്ങൾ കൊണ്ടാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫലകങ്ങൾ നിരന്തരം ഉരസി നീങ്ങുകയോ അല്ലെങ്കിൽ അവ തമ്മിലാണല്ലോ ഫലകങ്ങൾ കൂട്ടിമുട്ടുകയോ അകന്നു പോവുകയോ
ഉരസി നീങ്ങുകയൊക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ അരികുകളിലാണ് ഇത്തരത്തിലുള്ള ഭൗമ പ്രക്രിയകളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഫലകത്തിന്റെ അതിരുകളിൽ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അഗ്നിപർവ്വതങ്ങളും മനുഷ്യ ജീവിതവും. അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അതിനുശേഷം വേണം നമുക്ക് ഭൂകമ്പങ്ങളിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തെ ഏതെല്ലാം വിധത്തിലാണ് സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ജനവാസ മേഖലയോടടുത്തുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പലപ്പോഴും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്ന ലാവ പ്രളയം ഭൂപ്രകൃതി, ആവാസ ഇടങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുന്നുണ്ട്. വീടുകൾ നശിക്കുകയും അനേകം പേരെ ഭൂരഹിതരും തൊഴിൽ രഹിതരാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് അഗ്നിപർവ്വതങ്ങൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി. പക്ഷെ എന്താണ്, മിക്കവാറും എല്ലാം തന്നെ നാശനഷ്ടങ്ങളിലേക്കും എല്ലാം നാശമായി പോകുന്നതിലേക്കുമാണ് നയിക്കുന്നത്. അതായത് അവയുടെ പ്രത്യാഘാതങ്ങൾ കൂടുതലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അഗ്നിപർവ്വത സ്ഫോടനം അളവറ്റ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1883 ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി 36,000-ഓളം പേർക്ക് ജീവാപായം നേരിട്ടു. ഇന്തോനേഷ്യയിലെ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലുള്ള ക്രാക്കത്തോവ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശവും അതിലുള്ള അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെ തുടർന്ന് കടലിൽ ആണ്ടുപോവുകയാണ് ഉണ്ടായത്. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ദുരന്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ചെറുതും വലുതുമായ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താനാകും. ഇങ്ങനെ ഇത്തരം ഭൗമ പ്രതിഭാസങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് മനുഷ്യനുണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ലഘൂകരിക്കാനാകും. അപ്പോൾ ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് എപ്പോഴാണ്? 1883 ക്രാക്കത്തോവ എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ ഈ ഒരു ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടനം കാരണം ഇത്രത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും വലിയ രീതിയിലുള്ള ആഘാതം സംഭവിക്കുകയും ഇത് കടലിലേക്ക് ആണ്ടുപോവുകയുമാണ് ചെയ്തത്. ഈ ഒരു ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശവും കടലിലേക്ക് ആണ്ടുപോവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് ക്രാക്കത്തോവ അഗ്നിപർവ്വതം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഒരു ഭൗമ പ്രതിഭാസത്തെ മുൻകൂട്ടി തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ലഘൂകരിക്കാനാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമുക്ക് തടയാനാവില്ല. എന്നാൽ ശാസ്ത്രീയമായ രീതികളും മുൻകരുതലുകളും ആഘാതത്തിന്റെ തീവ്രത കുറയ്ക്കും. അഗ്നിപർവ്വതങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീടു നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവ ഒഴിവാക്കിയും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മേഖലകളെ നിരന്തരം നിരീക്ഷിച്ചും മുന്നറിയിപ്പുകൾ നൽകിയും അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ലാവ ഒഴുക്ക്, ചെളിയൊഴുക്ക്, ചാരം എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുള്ള ദുരന്തങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ലഘൂകരിക്കാനാകും. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്കധികം നമുക്കതിനെ ഒന്ന് തടയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവയെ നമുക്ക് ലഘൂകരിക്കാം. എന്താണ്? അവയുടെ ആഘാതത്തിന്റെ തീവ്രത കുറയ്ക്കാം. എങ്ങനെയാണ്? അഗ്നിപർവ്വതത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീടു നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവ ഒഴിവാക്കുക. പിന്നീട് ഇവയെ നിരന്തരം നിരീക്ഷിച്ച് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവയെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവയ്ക്കനുസൃതമായിട്ട് മുന്നറിയിപ്പുകൾ നൽകുക. അവയിൽ നിന്നുണ്ടാകുന്ന ലാവ ഒഴുക്ക്, ചെളി ഒഴുക്ക്, ചാരം എന്നിവയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചുമൊക്കെ നമുക്ക് ഒരു പരിധിവരെ ദുരന്തങ്ങളെ ലഘൂകരിക്കാനാവുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വീടു നിർമ്മാണവും മറ്റു കാര്യങ്ങളും ഒക്കെ അഗ്നിപർവ്വത സ്ഫോടന പ്രദേശങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന്. എങ്കിലും ഇത്തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ ലാവാ പ്രദേശങ്ങളിൽ ജനങ്ങൾ നിബിഡമായി താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകുന്നുണ്ട്. ഒഴുകുന്ന പാതയിലെ സർവ്വ വസ്തുക്കളെയും ലാവ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുന്നു. ഒപ്പം കറുത്ത പാളി പോലെ അവ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്.
ഒഴുകുന്ന വഴിയിലെ സർവ്വ വസ്തുക്കളെയും അത് മൂടുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതങ്ങൾ അപകടകാരികളാണെങ്കിലും അഗ്നിപർവ്വത മേഖലകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഉപദ്വീപീയ പീഠഭൂമിയിൽ അവിടെ എന്തുകൊണ്ടാണ് അത്രയും ആളുകൾ താമസിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്? കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശങ്ങളാണവ. അതായത് അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചാരം, ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ്, ഇവയെല്ലാം ഏറെ ഫലഭൂയിഷ്ടിയുള്ളവയാണ്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങൾ ആളുകളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ലാവ പ്രദേശത്തെ ഒരു കൃഷിയിടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് അഗ്നിപർവ്വതങ്ങളുടെ പിക്ചർ തന്നിട്ടുണ്ട്. ഉദാഹരണങ്ങൾ: മൗണ്ട് വെസൂവിയസ്, ക്രാക്കത്തോവ നമ്മൾ കണ്ടു, ഇന്തോനേഷ്യയിലാണ് ക്രാക്കത്തോവ. മൗണ്ട് സെന്റ് ഹെലൻസ് USA ഒരു അഗ്നിപർവ്വതമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതത്തിൽ നിന്നും ഉണ്ടാകുന്ന ലാവ ഭൗമോപരിതലത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയും ഒരു നദി പോലെ ഒഴുകുകയും ഇത്തരത്തിൽ വരുന്ന എല്ലാ ഭാഗങ്ങളെയും അവ മൂടി വരികയും ഭാഗം മുഴുവൻ എല്ലാം കത്തിച്ചാമ്പലാവുകയും കറുത്ത മണ്ണായി രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. എങ്കിലും അവ എന്താണ്? ഫലഭൂയിഷ്ടിയുള്ളവയാണ്. അതുകൊണ്ടാണ് അവ കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങൾ ആളുകളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവ കൂടാതെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യന് മറ്റേതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഭൗമതാപോർജം ചിലയിടങ്ങളിൽ വൈദ്യുതോർജമാക്കി മാറ്റി ആ പ്രദേശത്തെ പ്രാദേശിക ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഊർജം ലഭിക്കുന്നുണ്ട്. ഭൗമതാപോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നുണ്ട്. ലാവ ധാതു സമ്പന്നമാണ്. മൂല്യമുള്ള പല ധാതുക്കളും ലാവയുടെ ഒഴുക്കിലൂടെ ഭൗമോപരിതലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ധാതു വിഭവവും ഈ ഒരു അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ലാവ ധാതു സമ്പന്നമാണ് എന്നത്. അഗ്നിപർവ്വത മേഖലകളിൽ ധാരാളം വിനോദസഞ്ചാരികളെയും ആകർഷിക്കാറുണ്ട്. അഗ്നിപർവ്വത മേഖലകൾ വിനോദസഞ്ചാരത്തിനും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് അഗ്നിപർവ്വത മേഖലകളിൽ നിന്ന് ലഭിക്കുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഭൂകമ്പങ്ങളും ദ്രുത ചലനങ്ങളാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഭൂകമ്പങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഭൂകമ്പത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭൂകമ്പങ്ങൾ എത്രത്തോളം വിനാശകാരികളാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഭൂമുഖത്ത് എത്രമാത്രം നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന ഒരു ഭൂചലനമാണ് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. എന്താണ് ഭൂകമ്പങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം. ഭൂമിയുടെ പുറം പാളിയായ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഫലകങ്ങളായി വിഭജിച്ച് കിടക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ അവയുടെ വെന്റിലൂടെ ഇവ പുറത്തേക്ക് വരികയും മാഗ്മ ഉണ്ടാകുന്നു. അത്തരത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവ ചലിക്കുന്നു, ശിലാഫലകങ്ങൾ വേറെയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ശിലാമണ്ഡല ഫലകങ്ങൾ അവയ്ക്ക് താഴെയുള്ള അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇതെവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തുകൊണ്ടാണ് ശിലാമണ്ഡല ഫലകങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങുന്നത്? കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അസ്തനോസ്ഫിയർ? ഇവിടെ ഇങ്ങനെ അസ്തനോസ്ഫിയർ എന്തവസ്ഥയിലാണ്? സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ പറഞ്ഞു. അർദ്ധദ്രാവക അവസ്ഥയിലാണ്. അപ്പൊ തെന്നി നീങ്ങാൻ എളുപ്പമല്ലേ അർദ്ധദ്രാവക അവസ്ഥയില്. പിന്നീട് നമ്മൾ മറ്റൊരു കാരണം പറഞ്ഞു. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കൺവെക്ഷൻ കറണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയും ചലനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങുന്നത്. ക്ലിയർ ആണോ? നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ എന്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഭൂകമ്പത്തിന്റെ കാരണം. ഇത്തരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫലകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. ഇവിടെയുള്ള രണ്ട് ഫലകങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവ തമ്മിൽ ഒരു ഘർഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനമുണ്ടാകുമ്പോൾ അവയുടെ അതിരുകളിൽ ഘർഷണം രൂപപ്പെടുന്നു. ഈ ഘർഷണം ഒരു തരത്തിൽ ഫലകങ്ങളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫലകാതിരുകളിൽ ഉയർന്ന സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയും വലിയ തോതിൽ ഊർജം സംഭരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലകാതിരുകളിലെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലകാതിരുകളിൽ പൊടുന്നനെയുള്ള ചലനം അഥവാ ഭ്രംശം ഉണ്ടാകുന്നു. തുടർന്ന് ഫലകാതിരുകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജം പൊടുന്നനെ സ്വതന്ത്രമാക്കപ്പെടുന്നു. ഇത് തരംഗരൂപേണ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഭൗമോപരിതലത്തിൽ എത്തുന്നു. ഈ ഭൂകമ്പ തരംഗങ്ങളാണ് ഭൗമോപരിതലത്തിൽ ഭൂചലനമായി നമുക്ക് അനുഭവപ്പെടുന്നത്.
അപ്പൊ എന്താണ് ഭൂകമ്പം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞത്? ശിലാമണ്ഡലങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ശിലാമണ്ഡലങ്ങൾ, ഇങ്ങനെ ശിലാമണ്ഡലങ്ങൾ വേറെ വേറെ ആയിട്ടാണ് ഉള്ളത്. ഇതിനടിയിൽ ഒരു ചെറിയ സെമി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു ദ്രാവകാവസ്ഥയിലുള്ള ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ ആണുള്ളത്. അതിന് മുകളിലുള്ള ഈ ഒരു ശിലാഫലകങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ ചലിക്കുമ്പോൾ ഈ ശിലാഫലകങ്ങൾ തമ്മിൽ ഘർഷണം, ഉരസലുണ്ടാകാം, കൂട്ടിമുട്ടലുണ്ടാകാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടുകയൊക്കെ ഉണ്ടാകാം. ഇത്തരത്തിൽ ഇവ തമ്മിലുള്ള ചലനം, ഈ രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനം ഉണ്ടാകുമ്പോൾ ഇവയുടെ അതിരുകളിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഘർഷണം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഘർഷണം രൂപപ്പെടുമ്പോൾ ഇവിടെ ഇപ്പൊ കൂട്ടിമുട്ടുകയാണ്, അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയും ഉയർന്ന തോതിൽ, വലിയ തോതിൽ ഊർജം സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭരിക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു സമ്മർദ്ദം, അവിടെ ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലക അതിർത്തിയിലുള്ള ഈ ഒരു ഘർഷണത്തെ അതിജീവിക്കും. എങ്ങനെയാണെങ്കിലും ഇവയ്ക്ക് ചലിക്കണമല്ലോ. അപ്പോഴെന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ഒരു ചലനം, ഒരു ഭ്രംശമുണ്ട്, ഒരു ക്രാക്ക് ഉണ്ടാവുകയും അവിടെ ഫലകാതിരുകളിൽ സംഭരിച്ചു വെച്ച ഈ ഒരു ഊർജം പെട്ടെന്ന് തന്നെ സ്വതന്ത്രമാക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് തരംഗ രൂപത്തിൽ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവ ഭൗമോപരിതലത്തിലെത്തുകയും അതാണ് നമുക്ക് ഭൂചലനമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? എന്താണ് ഭൂകമ്പ തരംഗങ്ങൾ? ഭൂകമ്പ വേളയിൽ 3 തരം തരംഗങ്ങളാണ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന്, ഫോക്കസ്, അത് നമ്മൾ താഴെ പറയുന്നുണ്ട് കേട്ടോ, ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ എന്നിവയാണ് ഭൂചലനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ ഭൂകമ്പ തരംഗങ്ങൾ നമുക്ക് 3 തരത്തിലാണ് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഭൂകമ്പ വേളയിൽ 3 തരം തരംഗങ്ങളാണ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും, ഫോക്കസിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മൾ താഴെ പഠിക്കുന്നുണ്ട് കേട്ടോ, ഫോക്കസും എപ്പി സെന്ററും ഒക്കെ. അപ്പൊ ഫോക്കസിൽ നിന്നും 3 തരം തരംഗങ്ങളാണ് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? പ്രാഥമിക തരംഗങ്ങൾ, 2 ദ്വിതീയ തരംഗങ്ങൾ, 3 പ്രതല തരംഗങ്ങൾ. ഇതിൽ പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരികൾ. നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും വിനാശകാരികളായ തരംഗങ്ങൾ ഏത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ 3 തരം ഭൂകമ്പ തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്നത്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരികൾ. ഓക്കെ, അപ്പൊ ഭൂചലനം ഉണ്ടാകുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇത്തരം ഭൂകമ്പങ്ങൾ അറിയപ്പെടുന്ന പേര് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന പേരിലാണ്. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നാണ് പറയുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന, ഇവിടെ ഊർജം സ്വതന്ത്രമാക്കപ്പെടുകയാണ് ഒരു പോയിന്റിൽ എന്ന് പറഞ്ഞു. അത്തരത്തിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ആ ഒരു പോയിന്റിനെയാണ് എന്ത്? ഫോക്കസ് അഥവാ പ്രഭവ കേന്ദ്രം. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഫോക്കസ് അഥവാ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ അധികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്നാണ് പറയുന്നത്. ഈ ഒരു ഫോക്കസ്, ഇത് ഭൂമിക്കുള്ളിലാണല്ലോ, ഇവിടെ നിന്നുള്ള എനർജി റിലീസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതലത്തിലെ ഈ ഒരു പോയിന്റിനെയാണ് എപ്പി സെന്റർ അഥവാ അധികേന്ദ്രം എന്ന് പറയുന്നത്. ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഈ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഫോക്കസ്. ഇവിടെ നിന്നാണ് ഊർജം റിലീസ് ചെയ്യപ്പെടുന്നത്. ഇത് നേരെ മുകളിലേക്ക് ഏറ്റവും അടുത്തുള്ള ഭൂമിയുടെ ഈ ഒരു ഭൗമോപരിതലത്തിലെ സെന്റർ ആണ് ഇത്. ഇതാണ് എപ്പി സെന്റർ. ഇവിടെയാണ് ഏറ്റവും ആദ്യം ഭൂകമ്പ തരംഗങ്ങൾ എത്തുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ, അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഒരു ഭൂകമ്പത്തിന്റെയൊക്കെ തീവ്രത നമുക്കറിയണ്ടേ. ഭൂകമ്പങ്ങളുടെ തീവ്രത, മാഗ്നിറ്റ്യൂഡ് അളക്കുന്നതിനായി 1935 ചാൾസ് എഫ് റിക്ടർ വികസിപ്പിച്ചെടുത്ത മാനകമാണ് റിക്ടർ സ്കെയിൽ എന്നത്. നമുക്ക് പരിചിതമായിരിക്കും അല്ലെ, റിക്ടർ സ്കെയിൽ ഇത്ര രേഖപ്പെടുത്തി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ. ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് എന്ത്? സീസ്മോഗ്രാഫ് എന്നത്. സീസ്മോഗ്രാഫ് ഇങ്ങനെ രേഖപ്പെടുത്തിയ തരംഗങ്ങളുടെ ആയാമം അഥവാ ആംപ്ലിറ്റ്യൂഡ് കണക്കാക്കിയാണ് തീവ്രത അഥവാ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കുന്നത്. ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കുന്നതിനായിട്ടുള്ള സ്കെയിലാണ് റിക്ടർ സ്കെയിൽ എന്നത്. ഇത് 1935 ചാൾസ് എഫ് റിക്ടർ ആണ് വികസിപ്പിച്ചത്.
ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് എന്നത്. സീസ്മോഗ്രാഫ് ഇങ്ങനെ രേഖപ്പെടുത്തിയ തരംഗങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് കണക്കാക്കിയാണ് ഭൂകമ്പ തീവ്രത കണക്കാക്കുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സാധാരണയായി പ്രാദേശിക തലത്തിൽ രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനങ്ങളാണ് റിക്ടർ സ്കെയിലിൽ കണക്കാക്കാറുള്ളത്. വലിയ ഭൂചലനങ്ങൾ കൂടുതൽ മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന മാനകത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. ഭൂകമ്പത്തെ തുടർന്ന് പ്രഭവ കേന്ദ്രത്തിൽ ഭൂകമ്പ തരംഗങ്ങൾ നാനാദിശയിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലുള്ള ചില പ്രദേശങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്താറില്ല. ഇത്തരം പ്രദേശങ്ങൾ ഭൂകമ്പത്തിന്റെ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് സീസ്മോഗ്രാഫിന്റെ ഒരു പിക്ചർ. ഓക്കെ, അപ്പൊ സീസ്മോഗ്രാഫ്, മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഭൂകമ്പത്തിന്റെ നിഴൽ പ്രദേശങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ചില ഫലകങ്ങളുടെ ചലനങ്ങൾ കാരണമാണ് ഈ ഒരു ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഫലകങ്ങളുടെ ചലനത്തിലൂടെ മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും തീവ്ര ഖനന മേഖലകളിൽ ഖനികളുടെ മേൽത്തട്ട് ഇടിഞ്ഞു വീണും വൻ സ്ഫോടനങ്ങൾ മൂലവും ഒക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാം. വലിയ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ മിക്കപ്പോഴും ജലം തടശിലകൾക്കുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം മൂലം തടശിലകൾ ഞെരിഞ്ഞമർന്ന് ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാം. അപ്പൊ ഇത്തരത്തിൽ ഫലകങ്ങളുടെ ചലനത്തിലൂടെ മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ ഭൂകമ്പങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള മേഖലയാണ്. എന്തുകൊണ്ടാണ് ഹിമാലയ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹിമാലയ പർവ്വതം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റുകളുടെ ഒരു കൊളൈഡൽ കൂട്ടിമുട്ടലുകൾ കൊണ്ടാണ് എന്നല്ലേ. അപ്പൊ അത്തരത്തിൽ കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഭൂകമ്പ സാധ്യത ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായതാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ടെക്ടോണിക് ഭൂകമ്പങ്ങളുടെ വിതരണം കാണിക്കുന്ന ഒരു ലോക ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭൂകമ്പങ്ങളുടെ വിതരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദുർബല ഭൂകമ്പ മേഖല അതാണ് ഇവിടെ ചെറിയ ഡോട്ടുകളിൽ കൊടുത്തിട്ടുള്ളത്. വലുതായി കൊടുത്തിട്ടുള്ളത് തീവ്ര ഭൂകമ്പ മേഖലയാണ്. അപ്പൊ ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ മാപ്പ് പഠിച്ചതുപോലെ ഈ ഒരു മാപ്പും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ ഫലകങ്ങളുടെ അതിരുകളിലാണ് ഭൂകമ്പ മേഖലകൾ വരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഗ്നിപർവ്വതങ്ങളുടെ ഒരു ഭൂപടം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. ഇത്തരത്തിൽ ഭൂകമ്പങ്ങളുടെ വിതരണം സംഭവിച്ചിരിക്കുന്ന എവിടെയാണ്? ഫലക അതിരുകളിലാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2023 ഫെബ്രുവരി 6 തുർക്കിയിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ അതിതീവ്ര ഭൂകമ്പത്തെ കുറിച്ചുള്ള പത്രവാർത്തകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തുർക്കിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഭൂകമ്പം തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ വൻ നാശം വിതച്ചു. റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂകമ്പം നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞു. വാർത്താ വിതരണ ഗതാഗത സംവിധാനങ്ങൾ താറുമാറായി, ജലവിതരണം മുടങ്ങി, ഭക്ഷ്യവിതരണം താറുമാറായി, മരുന്നുകളുടെ ദൗർലഭ്യം രൂക്ഷമായി, മണ്ണിടിച്ചിൽ, തീപിടുത്തം തുടങ്ങിയ രക്ഷാപ്രവർത്തനം ശ്രമകരമാകുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലെ തന്നെ ഭൂകമ്പങ്ങളും എത്രത്തോളം വിനാശകരമാണ് എന്നുള്ളത് നമുക്ക് ഈ പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലായി. ഭൂചലനങ്ങൾ കൃത്യതയോടെ പ്രവചിച്ച് ദുരന്തങ്ങൾ ഒഴിവാക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. എന്നാൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ, ബോധവൽക്കരണം എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഭൂകമ്പം മൂലമുള്ള ദുരന്തങ്ങളുടെ തീവ്രത ലഘൂകരിക്കാനാകും. അഗ്നിപർവ്വതങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭൂചലനങ്ങൾ നമുക്ക് പ്രവചിക്കാനോ അതുപോലെ പ്രവചിച്ചാൽ അവയെ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാനോ ഒന്നും സാധിക്കില്ല. അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ കൃത്യമായി നടത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ. അതിലൂടെയാണ് നമുക്ക് തീവ്രത ലഘൂകരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവിടെ തന്നതുപോലെ ഭൂകമ്പത്തെ എങ്ങനെ നേരിടാം? ഇപ്പൊ ദുരന്തത്തിന് മുന്നേ, ദുരന്ത സമയത്ത്, ദുരന്തത്തിന് ശേഷം എന്ന രീതിയിൽ ഭൂകമ്പത്തെ നമുക്ക് എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ പറയുന്നത്. ദുരന്തത്തിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സുരക്ഷാ പദ്ധതികൾ ആസൂത്രണം ചെയ്യാം, സുരക്ഷിതമായ സ്ഥാനങ്ങൾ കണ്ടെത്തി അവ നിർണയിക്കാം, ആവശ്യമായ വസ്തുക്കൾ, വെള്ളം, മരുന്ന് പോലെയുള്ളവയൊക്കെ നമുക്ക് ഒരുക്കി വെക്കാനായിട്ട് പറ്റും. കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായി സാധിക്കും. ചില രാജ്യങ്ങളിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ അവ എന്താ പറയാ, അത്തരത്തിൽ അവിടെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലെ കെട്ടിടങ്ങൾ അത്തരത്തിലൊക്കെ നിർമ്മിക്കപ്പെടുന്നവയായിരിക്കും. അപ്പൊ അത്തരത്തിൽ അതുകൂടാതെ തന്നെ
കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതൊക്കെ ദുരന്തത്തിന് മുന്നേ നമുക്ക് കരുതി വെക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ദുരന്ത സമയത്ത് കൈകളും കാൽമുട്ടുകളും നിലത്ത് കുത്തിയിരിക്കുക എന്നത്, അതുപോലെ കൈകൾ കൊണ്ട് തലയും കഴുത്തും പൂർണ്ണമായി സംരക്ഷിക്കുക. ഇനി പുറത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തുറസായ സ്ഥലങ്ങളിലേക്ക് മാറുക. മൈതാനം പോലെയുള്ള സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്ത് നിർത്തുക. ഇനി ഇത്തരത്തിൽ ഭൂകമ്പ സാധ്യത ഉണ്ടാകുന്ന സമയത്ത് ലിഫ്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇനി ദുരന്ത ശേഷമാണെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുക, പ്രഥമ ശുശ്രൂഷ നൽകുക, ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം കർശനമായിട്ട് പാലിക്കുക, സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ, വൈദ്യുതി ബന്ധവും അതുപോലെ ഗ്യാസ് കണക്ഷനും ഒക്കെ വിച്ഛേദിക്കുക. ഇതൊക്കെയാണ് ദുരന്തത്തിന് ശേഷം ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ദുരന്തത്തിന് മുന്നേ, ദുരന്ത സമയത്ത്, ദുരന്തത്തിന് ശേഷമൊക്കെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാനും ദുരന്തത്തിന്റെ ആ ഒരു തീവ്രത കുറയ്ക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഭൂകമ്പത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പ്രകൃതി വിപത്തായി നമുക്ക് സംഭവിച്ചിട്ടുള്ള സുനാമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അതൊരു പ്രകൃതി ദുരന്തമാണ്. അതുപോലെ തന്നെ നമുക്ക് സുനാമി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. 2004 ഡിസംബർ 26 ആർത്തലച്ചെത്തിയ രാക്ഷസ തിരകൾ നിമിഷ നേരം കൊണ്ട് തീരങ്ങളെ തകർത്തെറിഞ്ഞു. ഏകദേശം 2,30,000 വരുന്ന ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞു. അനേകായിരങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു. ഒട്ടേറെ പേർ അനാഥരായി. 14 രാജ്യങ്ങളെയാണ് ഈ ഭീമൻ തിരമാലകൾ മൂലമുള്ള ദുരന്തങ്ങൾ ബാധിച്ചത്. ഏറ്റവും കൂടുതൽ ഭീതി വിതച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു. 1.5 ലക്ഷത്തിലേറെ പേരാണ് ഇന്തോനേഷ്യയിൽ മാത്രം ദുരന്തത്തിനിരയായത്. ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ് തുടങ്ങിയ ഇടങ്ങളിലാണ് ദുരന്തം ഏറെ ബാധിച്ചത്. സുനാമികൾ എന്ന ഇത്തരം വിനാശകാരികളായ രാക്ഷസ തിരമാലകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ തീരങ്ങളിലും ഈ സുനാമി ബാധിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് സുനാമികൾ? ഇവ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? എങ്ങനെയൊക്കെയാണ് ഈ ഒരു ദുരന്തത്തെ നമ്മൾ നേരിടുന്നത്? ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം അനേക മീറ്ററുകൾ ഉയർന്നു പോകുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം അനേകം മീറ്ററുകൾ ഉയർന്നു പോകുന്ന ഭീമൻ തിരമാലകളെ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളാണ് സുനാമികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സുനാമികൾ. കടലിനടിയിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങളും സുനാമികൾക്ക് കാരണമായേക്കാം. ഈ ഭൂകമ്പങ്ങൾ മാത്രമല്ല, കടലിനടിയിലുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൽക്കകളുടെ പതനവും ഒക്കെ ഈ ഒരു സുനാമിക്ക് കാരണമായേക്കാം. സുനാമികൾ കൊണ്ടുള്ള അപകടങ്ങൾ മുഖ്യമായും അഭിമുഖീകരിക്കുന്നത് പ്രധാനമായും ഏതാണ്? തീരപ്രദേശങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, കേരളത്തെ പോലും നടുക്കിയ ആ ഒരു സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26 ഈ ഒരു സുനാമിക്ക് കാരണമായ ഭൂകമ്പം സുമാത്രയിലെ ആച്ചെ പ്രവിശ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രതയിലുണ്ടായ ശക്തമായ ഭൂകമ്പമാണ് 2004 ഡിസംബർ 26 കേരളത്തിൻ്റെത് ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ നാശം വിതച്ച സുനാമിക്ക് കാരണമായത്. സുമാത്രയിലെ ആച്ചെ പ്രവിശ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറ് മാറിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ആ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സുനാമി, ഇത്തരത്തിൽ സുനാമി ഉണ്ടാകുമ്പോൾ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാമാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, സമുദ്രനിരപ്പ് പെട്ടെന്ന് നിരവധി മീറ്ററുകളോളം താഴുകയാണെങ്കിൽ അതൊരു സുനാമി മുന്നറിയിപ്പായി കരുതി ഉടൻ തന്നെ തീരം വിട്ട് വളരെ അകലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടി മാറുക എന്നതാണ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റേഡിയോ, ടെലിവിഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ വഴി അധികാരികൾ നൽകുന്ന സുനാമി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ ശ്രദ്ധിക്കുകയും അവ പാലിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ കടൽ തീരത്ത് നിന്നും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നദീമുഖങ്ങളിൽ നിന്നും ഒക്കെ കഴിയുന്നത്ര അകലം മാറി താമസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സുനാമിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള വഴികളായിട്ട് പറയുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്.
നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡാർട്ട്, ഡീപ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഡാർട്ട് എന്താണ്? ഒരു സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ്. ഡീപ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. വിവിധ അന്തർജന്യ ചലനങ്ങളെ പറ്റിയും അവ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെ പറ്റിയും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാഹ്യ ചലനങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ പഠിച്ച ആ ഒരു ഡയഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ബാഹ്യ ചലനങ്ങൾക്ക് പ്രേരകമായ ബലങ്ങൾ ഏതൊക്കെയാണ്. ഭൗമോപരിതലത്തിൽ രൂപപ്പെടുന്ന ചരിവ്, ഭൂഗുരുത്വാകർഷണം, അതുപോലെ മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല, ഇവയൊക്കെ. ഇതുകൂടാതെ മറ്റനേകം ബലങ്ങളെക്കുറിച്ച്, ബാഹ്യജന്യ ബലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവയൊക്കെയാണ് അതിന് പ്രേരകമായിട്ടുള്ള, ബാഹ്യജന്യ ചലനത്തിന് പ്രേരകമായിട്ടുള്ള ബലങ്ങൾ. ഈ ബാഹ്യജന്യ ബലങ്ങൾ അപക്ഷയം, അപരദനം, വഹനം, നിക്ഷേപണം, ഭൂദ്രവ്യ ശോഷണം എന്നിങ്ങനെ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രക്രിയകൾക്ക് കാരണമാകുന്നു. ഇവയാണ് ബാഹ്യജന്യ ചലനങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രക്രിയകൾക്ക് കാരണമാകുന്നു. ഇതിനെയാണ് നമ്മൾ ബാഹ്യജന്യ ചലനങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ബാഹ്യജന്യ പ്രക്രിയയ്ക്കും വ്യത്യസ്ത ബലങ്ങളിൽ നിന്നുമാണ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം സ്വീകരിക്കുന്നത്. ഇത്തരം ബലങ്ങളെ അവയുടെ പ്രേരക ബലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാഹ്യജന്യ ചലനങ്ങളും അവയുടെ തീവ്രതയും ഭൂമിയിലെ കാലാവസ്ഥാ മേഖലകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവയെ നമ്മൾ പിന്നീട് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ബാഹ്യജന്യ ചലനങ്ങളെ 3ആയി തരംതിരിക്കുന്നു. അപക്ഷയം, അപരദനം, വഹനം, നിക്ഷേപണം എന്നിവ. മൂന്നാമതായിട്ട് ഭൂദ്രവ്യ ശോഷണം. ഒന്നാമത് അപക്ഷയമാണ്. അതിന് കാരണമായിട്ടുള്ളവയാണ് ഭൂഗുരുത്വാകർഷണ ബലം, താപവ്യതിയാനം, തന്മാത്രാ സമ്മർദ്ദം, രാസ ജൈവ പ്രവർത്തനങ്ങൾ. അപരദനം, വഹനം, നിക്ഷേപണം എന്നിവയ്ക്ക് കാരണം ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നിവയുടെ ഗതികോർജം, ഭൂഗർഭ ജലത്തിന്റെ പ്രവർത്തനം എന്നിവയൊക്കെയാണ്. മൂന്നാമത് ഗുരുത്വാകർഷണ ബലം മൂലമാണ് ഭൂദ്രവ്യ ശോഷണം സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ബാഹ്യജന്യ ചലനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്നാമതായിട്ട് അപക്ഷയമാണ് പറയുന്നത്. അപക്ഷയം. ഭൂമിയിൽ വിവിധ തരം ശിലകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അവ കാലാന്തരത്തിൽ വിവിധ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ചില ബാഹ്യജന്യ പ്രക്രിയയുടെ ഫലമായി ശിലകൾ ഭൗതികമായി പൊട്ടിപ്പൊടിയുകയോ രാസപരമായി വിഘടിക്കുകയോ ചെയ്യുന്നു. ഇത്തരം ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ വിവിധ തരം ശിലകളുണ്ട്. ഇത്തരം ശിലകൾ ബാഹ്യജന്യ പ്രക്രിയയുടെ ഫലമായിട്ട് പൊട്ടിപ്പൊടിയുകയോ അല്ലെങ്കിൽ അതായത് ഭൗതികമായോ രാസപരമായോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപക്ഷയം സംഭവിച്ചു എന്ന് പറയുന്നത്. ഈ അപക്ഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറയുന്നതിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക അപക്ഷയം, രണ്ടാമത്തേത് രാസിക അപക്ഷയം, മൂന്നാമതായിട്ട് പറഞ്ഞതാണ് ജൈവിക അപക്ഷയം എന്നത്. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം, അങ്ങനെ 3 തരത്തിലാണ് അപക്ഷയം സംഭവിക്കുന്നത്. ഒന്നാമത് ഭൗതിക അപക്ഷയം. താപവ്യതിയാനം മൂലം ശിലാധാതുക്കൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ശിലകൾ പൊടിയുന്നതിന് കാരണമാകുന്നു. കൂടാതെ ശിലകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് വിള്ളലുകൾ വികസിക്കുകയും ക്രമേണ ഇത് ശിലകൾ പിളരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. നമ്മൾ പറയില്ലേ, ചൂട് കൊണ്ടാൽ, പുറത്ത് വെച്ച് വെയിൽ കൊണ്ടാൽ സാധനങ്ങൾ കേടായി പോകുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ? അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. താപവ്യതിയാനം മൂലം താപം കൂടിയും കുറഞ്ഞൊക്കെ വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശിലാധാതുക്കൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്.
കാലക്രമേണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുമ്പോൾ ഇത്തരം കല്ലുകൾക്ക് അവർ ബലം നഷ്ടപ്പെടുകയും അവ പൊടിയുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ശിലകളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ആ വിള്ളലുകളിലേക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ജലം നിറയുകയും അപ്പൊ എന്ത് സംഭവിക്കും, ഈ ശിലകൾ വികസിക്കുക, ആ ഒരു വിള്ളലുകൾ ഇവിടെ വെള്ളം വീഴുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു ഗ്യാപ്പ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ വിള്ളലുകൾ വികസിക്കുകയും പിന്നീട് തുടരെ ഇത് സംഭവിച്ച് ആ ശിലകൾ വിട്ടുപോവുകയും പിളരുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഭൗതിക അപക്ഷയം സംഭവിക്കുന്നത്. ഇനി രാസിക അപക്ഷയത്തിലേക്ക് വരുമ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായി വിഘടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ രാസപരമായി വിഘടനം ശിലകൾക്ക് സംഭവിക്കാൻ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയൊക്കെയാണ് കാരണമായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് പ്രവർത്തിച്ച് ഇവിടെ രാസപരമായി വിഘടനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജൈവിക അപക്ഷയത്തിലേക്ക് വരുമ്പോൾ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ ശിലകളുടെ ഇടയിലേക്ക് വൃക്ഷങ്ങളുടെ വേരുകൾ ഇറങ്ങിപ്പോയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വൃക്ഷങ്ങളുടെ വേരുകളും മറ്റും ഇറങ്ങിപ്പോവുകയും അതുപോലെ ഇവിടെ പറഞ്ഞ പോലെ ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കി താമസിക്കുകയും ഈ ജീവികളുടെ സസ്യജന്തു അവശിഷ്ടങ്ങളൊക്കെ ഈ ശിലകളിൽ കിടന്ന് അവ ഈ പറയുന്ന പോലെ ഭൂമിയോട് ചേരുന്നതിന്റെ ഭാഗമായിട്ട് ജീർണനമൊക്കെ ശിലകളിൽ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ശിലകളുടെ ബലം നഷ്ടപ്പെടുകയും അവ ശിഥിലമായി പോവുകയും അവയുടെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ജൈവിക അപക്ഷയം സംഭവിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഭൗതിക അപക്ഷയമായാലും രാസികമായാലും ജൈവികമായാലും ഇവയെല്ലാം സംഭവിക്കുന്നത് പ്രകൃത്യാലാണ്. ഇതുകൂടാതെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. ഉദാഹരണം ഖനനം, പാറ പൊട്ടിക്കൽ ഇവയൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇത്തരത്തിൽ അപക്ഷയ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇവ മനുഷ്യന് വിവിധ തരത്തിൽ പ്രയോജനകരമാണ്. എങ്ങനെയാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഈ ശിലകൾ പൊടികളായി മാറുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇത്തരത്തിൽ ശിലകൾ പൊടിയുമ്പോൾ അവ മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എങ്കിൽ കൂടി മണ്ണിന്റെ രൂപീകരണത്തിന് ഈ ഒരു അപക്ഷയം കാരണമാകുന്നു. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ധാതു സമ്പുഷ്ടീകരണത്തിന് കാരണമാകുന്നു. ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഇതെല്ലാം തന്നെ അപക്ഷയ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന പ്രയോജനകരമായി മാറുന്ന സിറ്റുവേഷൻസ് ആണ്. അടുത്തതാണ് അപരദനം, വഹനം, നിക്ഷേപണം എന്നത്. നമ്മളിവിടെ പറഞ്ഞ രണ്ടാമത്തേതാണ്. ബാഹ്യജന്യ ചലനങ്ങളിലെ രണ്ടാമത്തേതാണ് അപരദനം, വഹനം, നിക്ഷേപണം എന്നത്. വിവിധ അപക്ഷയ പ്രക്രിയകൾ മൂലമോ മറ്റ് പ്രവർത്തനങ്ങളാലോ രൂപം കൊണ്ട ശിലാവശിഷ്ടങ്ങളെ ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നീ ശക്തികൾ ഒരിടത്തു നിന്നും ശേഖരിച്ച് അവിടെ നിന്നും നീക്കം ചെയ്ത് മറ്റൊരിടത്തേക്ക് നിക്ഷേപിക്കുന്നുവെന്നും അതിന്റെ ഫലമായി ഭൗമോപരിതലത്തിൽ ധാരാളം അപരദന ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങളും രൂപപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് വിവിധ അപക്ഷയ പ്രവർത്തനങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനം, നമ്മളിവിടെ അപക്ഷയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ രൂപപ്പെട്ട ശിലാവശിഷ്ടങ്ങളോ മറ്റൊക്കെ രണ്ടാമത് നമ്മൾ പറഞ്ഞ അപരദനം, വഹനം, നിക്ഷേപണം എന്നിവയുടെ ഭാഗമായിട്ട് ഒഴുകുന്ന ജലമോ ഹിമാനിയോ കാറ്റോ തിരമാലയോ ഒക്കെ ഒരിടത്തു നിന്നും ശേഖരിച്ച് മറ്റൊരിടത്തേക്കൊക്കെ നിക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടതാണ് അല്ലെ. ഒരിടത്ത് നിന്ന് ഇപ്പൊ നദികൾ വഹിച്ചു കൊണ്ടുവരുന്നവ മറ്റൊരിടത്തേക്ക് നിക്ഷേപിക്കുന്നു, ഹിമാനികൾ ചെയ്യുന്നു, കാറ്റുകൾ കൊണ്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഇവ അപരദനം, വഹനം, നിക്ഷേപണം എന്നിവ ബാഹ്യജന്യ ചലനങ്ങൾക്ക് കാരണമായിട്ട് അല്ലെങ്കിൽ അവയുടെ ഒരു ഘടകമായിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നത്. അപക്ഷയം, അപരദനം എന്നിവ കൂടാതെ ബാഹ്യജന്യ ബലങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിൽ ഉണ്ടാകുന്ന ബാഹ്യജന്യ ചലനങ്ങളാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നത്. ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമ വസ്തുക്കൾ ചരിവുള്ള ഭൂപ്രതലത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നത്. ഇവിടെ കാരണമായിട്ടുള്ള ബലം ഏതാണ്?
ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമ വസ്തുക്കൾ ചരിവുള്ള പ്രതലങ്ങളിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയെ ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നു. ഇവ വളരെ സാവധാനത്തിലുള്ളവയുമുണ്ട്, ദ്രുതഗതിയിലുമുണ്ട്. രണ്ടു തരത്തിലുണ്ട്, സാവധാനത്തിലുമുണ്ട്, ദ്രുതഗതിയിലുമുണ്ട്. നേരിയ പാളി മാത്രം താഴേക്ക് പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം മുതൽ വലിയൊരളവിൽ ഭൗമ വസ്തുക്കൾ താഴേക്ക് പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം വരെയും സംഭവിക്കാറുണ്ട്. അപ്പൊ ഇവിടെ സാവധാനത്തിലുമുണ്ട്, ദ്രുതഗതിയിലുമുണ്ട്. നേരിയ പാളിയുടെ അനക്കവും സംഭവിക്കാറുണ്ട്. അതുപോലെ വലിയ അളവിൽ ഭൗമ വസ്തുക്കൾ താഴേക്ക് പതിക്കുന്ന തരത്തിലുള്ള ഭൂദ്രവ്യ ശോഷണവും സംഭവിക്കാറുണ്ട്. അതിനുദാഹരണമാണ് ഉരുൾപൊട്ടലുകളും മറ്റുമൊക്കെ. 2024 ജൂലൈ 30 വയനാട് ജില്ലയിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമായി മാറിയ ഉരുൾപൊട്ടലും ഇത്തരത്തിലൊരു ഭൂദ്രവ്യ ശോഷണമാണ്. ഇത് കണ്ടോ, ഉരുൾപൊട്ടലിന്റെയും അതുപോലെയുള്ള ലാൻഡ് സ്ലൈഡ്സ് പോലെയുള്ള ഭൂദ്രവ്യ ശോഷണങ്ങളുടെയൊക്കെ പ്രത്യാഘാതത്തിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അവയും വളരെയധികം വിനാശകരമാണ്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ സംഭവിച്ചതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ന്യൂസ് പേപ്പറുകളിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ. കേരളം അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ബഹുമുഖ പ്രകൃതി ദുരന്തങ്ങൾ, മൾട്ടിപ്പിൾ ഹസാർഡ്സ്, എന്താണ് ഹസാർഡ്സ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ, ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ തീരമേഖലകളിലെ കടലാക്രമണവും കിഴക്ക് പശ്ചിമഘട്ട മേഖലകളിലെ ഉരുൾപൊട്ടലും സാധാരണ ഉണ്ടാകാറുള്ള പ്രകൃതിക്ഷോഭങ്ങളാണ്. ജനസാന്ദ്രതയിലെ വർധനവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണവും പ്രകൃതിക്ഷോഭങ്ങളെ വൻ ദുരന്തങ്ങളാക്കി മാറ്റുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം താളം തെറ്റിയെത്തുന്ന അതിതീവ്ര മഴയും ദുരന്തങ്ങൾക്ക് വ്യാപകമായ പ്രേരക ഘടകമാകുന്നുണ്ട്. കേരളത്തിലെ മഴക്കാലം സമീപ വർഷങ്ങളിൽ ഭീതിയുടെയും ദുരന്തങ്ങളുടെയും കാലമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായതുകൊണ്ട് തന്നെ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തന്നിട്ടുള്ള പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം തീവ്രതയാണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ നേരിട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ എന്താണ് ഉരുൾപൊട്ടൽ എന്നതാണ് ഇനി പറയുന്നത്. ഉരുൾപൊട്ടലുകൾ ഒരുതരം ഭൂദ്രവ്യ ശോഷണമാണ്. നമ്മളിപ്പോ പറഞ്ഞു, ഗുരുത്വാകർഷണം മൂലം ശിലകളോ മേൽമണ്ണോ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഭൂദ്രവ്യ ശോഷണം. മലയിടിച്ചിൽ ലാൻഡ് ഫോൾ, ശിലാപതനം റോക്ക് ഫോൾ, മലകളുടെ നിരങ്ങിയിറങ്ങൽ ലാൻഡ് സ്ലൈഡ്, ഡെബ്രീസ് ഫ്ലോ, ഭൂമിയുടെ ഇടിഞ്ഞു താഴൽ ലാൻഡ് സബ്സിഡൻസ് തുടങ്ങിയവയാണ് വിവിധ തരത്തിലുള്ള ഭൂദ്രവ്യ ശോഷണങ്ങൾ. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവിലുള്ള പാറയും മണ്ണും ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പെട്ടെന്ന് പതിക്കുന്ന പ്രതിഭാസമാണ് ഡെബ്രി ഫ്ലോ എന്ന് പറയുന്നത്. മലയുടെ ഭാഗങ്ങൾ ഭൂഗുരുത്വാകർഷണത്താൽ താഴേക്ക് നിരങ്ങി ഇറങ്ങുന്ന ഭൂദ്രവ്യ ശോഷണമാണ് മലയുടെ നിരങ്ങിയിറങ്ങൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പലപ്പോഴും ഇവ രണ്ടും ഒരുമിച്ചോ അല്ലാതെയോ സംഭവിക്കാറുണ്ട്. ഈ പ്രതിഭാസത്തെ പൊതുവെ ഉരുൾപൊട്ടൽ എന്നാണ് വിളിക്കുന്നത്. പലപ്പോഴും ഇവ വിനാശകാരികളായി മാറാറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഭൂദ്രവ്യ ശോഷണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഉരുൾപൊട്ടലുകൾ ഒരുതരം ഭൂദ്രവ്യ ശോഷണമാണ്. ഗുരുത്വാകർഷണം മൂലം ശിലകളോ മേൽമണ്ണോ മുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന പ്രതിഭാസത്തെ ഭൂശോഷണം എന്ന് പറയുന്നുണ്ട്. ഇത് തീവ്രമായിട്ട് സംഭവിക്കാം, ലളിതമായിട്ടും സംഭവിക്കാം, പെട്ടെന്നും സംഭവിക്കാം, മെല്ലെയും സംഭവിക്കാം. അപ്പൊ അത്തരത്തിൽ വിവിധ തരത്തിലാണ് ഭൂദ്രവ്യ ശോഷണങ്ങൾ സംഭവിക്കുന്നത്. അതിനുള്ള വിവിധ ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞ മലയിടിച്ചിൽ, ശിലാപതനം, മലകളുടെ നിരങ്ങിയിറങ്ങൽ എന്നത്, ലാൻഡ് സ്ലൈഡ് എന്നത്, ഡെബ്രി ഫ്ലോ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളായിട്ട്, ഭൂമിയുടെ ഇടിഞ്ഞു താഴൽ ലാൻഡ് സബ്സിഡൻസ് ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇതില് ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് എന്നാൽ എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മലയുടെ ഭാഗങ്ങൾ ഗുരുത്വാകർഷണത്താൽ താഴേക്ക് നിരങ്ങി ഇറങ്ങുന്ന ഭൂദ്രവ്യ ശോഷണത്തെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അതുപോലെ
മലഞ്ചെരുവിലുള്ള പാറയും മണ്ണും ഒക്കെ ഈ പറയുന്ന ഗുരുത്വാകർഷണ ബലം മൂലം ജലപ്രവാഹത്തിനോടൊപ്പം താഴേക്ക് പതിക്കുന്നതിനെയാണ് ഡെബ്രി ഫ്ലോ എന്ന് പറയുന്നത്. ഈ ടേംസും അതിന്റെ ഡെഫിനിഷനും നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ ഇവ ഒരുമിച്ചാണ് സാധാരണ സംഭവിക്കുന്നത്. ഒരുമിച്ചോ അല്ലാതെയോ ഒക്കെ കേരളത്തിലെ ശക്തമായ മഴയെ തുടർന്ന് സംഭവിക്കാറുണ്ട്. ഈ പ്രതിഭാസത്തെയാണ് പൊതുവെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഉരുൾപൊട്ടൽ ഇതാണ്. ഈ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതാ ഘടകങ്ങൾ ആ പ്രദേശത്തിന്റെ ഭൂമിയുടെ ചരിവ്, മണ്ണിന്റെ ആഴം, ഘടന, ഭൂവിനിയോഗം, നീർച്ചാലുകളുടെ വിന്യാസം എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അവയുടെ ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത, ഭൂമിയുടെ ചരിവ്, മണ്ണിന്റെ ആഴം, ഘടന, ഭൂവിനിയോഗം, നമ്മൾ പറഞ്ഞില്ലേ അശാസ്ത്രീയമായ രീതിയിലൊക്കെ ഭൂമിയെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുകയാണെങ്കിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലായും വരുന്നത്. നീർച്ചാലുകളുടെ വിന്യാസം ഇവയൊക്കെ ആശ്രയിച്ചാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. അതിതീവ്ര മഴ, ലഘുമേഘ വിസ്ഫോടനം, ഭൂചലനം എന്നിവയാണ് ഉരുൾപൊട്ടലിന്റെ ചാലക ശക്തികൾ. അതിതീവ്രമായ മഴയുണ്ടാകുമ്പോൾ മേഘവിസ്ഫോടനം, നമ്മളിവിടെ ഭൂകമ്പ സാധ്യതകൾ, പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മേഘവിസ്ഫോടനം എന്നത്. അപ്പൊ മേഘവിസ്ഫോടനം, ഭൂചലനം ഇവയൊക്കെയാണ് ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളായി പറയുന്നത്. കൂടാതെ മൺസൂൺ സീസണിൽ ഉൾപ്പെടെ നടക്കുന്ന അശാസ്ത്രീയമായ പാറ പൊട്ടിക്കൽ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയും പ്രേരക ഘടകങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അശാസ്ത്രീയമായ ഭൂമിയെ ഉപയോഗിക്കലും അശാസ്ത്രീയമായ ചൂഷണം ചെയ്യലും ഒക്കെയാണ് പ്രധാനമായും മറ്റ് കാരണങ്ങളായി നമ്മൾ പറയുന്നത്. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യത കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പശ്ചിമഘട്ട മേഖലയിലും നമ്മുടെ മേഖലയിലും ഹിമാലയൻ പർവ്വത നിരയിലുമാണ്. കേരളത്തിന്റെ മലയോരങ്ങളിൽ ചെറുതും വലുതുമായ അനേകം ഉരുൾപൊട്ടലുകൾ, കുഴലീകൃത മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവയൊക്കെ വ്യാപകമായി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മേഖലയിലും ഹിമാലയൻ പർവ്വത നിരകളിലുമാണ്. അതുപോലെ ഇവിടെ പറഞ്ഞത് കേരളത്തിന്റെ മലയോരങ്ങളിൽ ചെറുതും വലുതുമായ അനേകം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഉരുൾപൊട്ടൽ എന്നത്. മണ്ണിടിച്ചിൽ നമുക്കറിയാം. കുഴലീകൃത മണ്ണൊലിപ്പ്, എന്താണ് കുഴലീകൃത മണ്ണൊലിപ്പ്? അതാണ് നമ്മളിവിടെ പറയുന്നത്. കുഴലീകൃത മണ്ണൊലിപ്പ്, സോയിൽ പൈപ്പിംഗ് ആൻഡ് ടണൽ എറോഷൻ. ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ അടുത്തിടെ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കുഴലീകൃത മണ്ണൊലിപ്പ്. ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. കളിമൺ പാളികൾ നിറഞ്ഞ ഇത്തരം ചെങ്കൽ പ്രദേശങ്ങളിൽ ജലത്തിന്റെ തള്ളിച്ച മൂലം സംസക്തി ബലം, കൊഹിഷൻ ഫോഴ്സ് കുറവുള്ള കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്നത്. ചെങ്കല്ലു നിറഞ്ഞ മേൽപ്പാളികളിലെ സുഷിരങ്ങളിലൂടെ അതിവർഷമോ മറ്റോ മൂലം ജലം ഉള്ളിലേക്ക് തള്ളിക്കയറുകയും കളിമണ്ണ് നിറഞ്ഞ കീഴ്പാളിയിൽ സബ് സർഫസിൽ നിന്നും ഏതാണ്ട് കുഴലാകൃതിയിൽ മണ്ണ്, കളിമണ്ണും വളരെ നേർത്ത തരികളോടുകൂടിയ അവസാദവും ജലവും ചേർന്ന മിശ്രിതം ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ദുർബലമായ കീഴ്പാളിയിൽ ഉണ്ടാകുന്ന ജലകൃത അപരദനമാണ് സബ് സർഫസ് ഹൈഡ്രോളിക് എറോഷൻ, കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണം. അടുത്തിടെ ഇടുക്കി ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഭൂമി ഇടിഞ്ഞു താഴ്ന്ന കിണറിന്റെ ആകൃതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ഈ പ്രതിഭാസം മൂലമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇതാണ് കുഴലീകൃത മണ്ണൊലിപ്പ്. എവിടെയാണ്? ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിലാണ് കുഴലീകൃത മണ്ണൊലിപ്പ് എന്ന പ്രതിഭാസം വ്യാപകമായി കാണാനായി സാധിക്കുന്നത്. ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ. ഇവിടെ കളിമൺ പാളികൾ നിറഞ്ഞതാണ് ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത്. ഈ മണ്ണില് പെട്ടെന്ന് അതിവർഷമൊന്ന് നല്ല രീതിയിലുള്ള നല്ല ശക്തമായ മഴയോ അല്ലെങ്കിൽ ജലം ഉള്ളിലേക്ക് തള്ളിക്കറിയുകയോ ചെയ്യുന്ന സമയത്ത് കീഴ്പാളികളിൽ നിന്നും ഏതാണ്ട് കുഴലാകൃതിയിൽ മണ്ണ്, മണ്ണ് മാത്രമല്ല കളിമണ്ണും നേർത്ത തരികളോടുകൂടിയ അവസാദങ്ങളും ജലവും ഒക്കെ ചേർന്ന ഒരു മിശ്രിതം പെട്ടെന്ന് ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയും അവിടെ ദുർബലമായ കീഴ്പാളികളിൽ ഉണ്ടാകുന്ന ജലകൃത അപരദനത്തിനെയാണ് ഈ പറഞ്ഞ കുഴലീകൃത മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണമായിട്ട് പറയുന്നത്.
ഈ ഒരു പ്രതിഭാസം ഇടുക്കി ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ഭൂമി താഴ്ന്നിറങ്ങി കിണറിന്റെ ആകൃതിയിൽ രൂപപ്പെടുന്ന ഗർത്തങ്ങൾക്ക് കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ, കുഴലീകൃത മണ്ണൊലിപ്പ്. ഇനി ഈ ഒരു ദുരന്തം എത്തും മുൻപ്, ഇപ്പൊ ദുരന്തം സംഭവിക്കുന്നതിന്റെ വഴികളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ദുരന്തം എത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സംവിധാനങ്ങൾ തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കും. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ച് കണ്ടെത്തുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്താൽ ആഘാതത്തിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള സാധ്യതകളാണ് വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ്, ഭൂവിവര വ്യവസ്ഥ, GIS എന്നീ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഭാരതീയ ഭൂവിജ്ഞാനീയ സർവേ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഭൗമ പഠന കേന്ദ്രം, ദേശീയ ഭൗമ പഠന കേന്ദ്രം എന്നീ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ ജില്ലയിലും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾപ്പെടുത്തി ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ വിദൂര സംവേദനം, GIS ഭൂവിവര വ്യവസ്ഥയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് അപകട സാധ്യതാ മേഖലകൾ തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ നേരിടാൻ കഴിയുന്നത്? ദുരന്ത സമയത്തും ദുരന്തത്തിന് ശേഷവും എങ്ങനെയാണ് നേരിടാനായിട്ട് സാധിക്കുന്നത്? ദുരന്ത സമയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക. ഉരുൾപൊട്ടൽ സമയത്ത് വീടിനകത്താണെങ്കിൽ ബലമുള്ള ഒരു മേശയുടെയോ കട്ടിലിന്റെയോ താഴെയായി അഭയം തേടുക എന്നതാണ് ദുരന്ത സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി ദുരന്തത്തിന് ശേഷം ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും സുഗമമായി കടന്നു പോകാനുള്ള സാഹചര്യം നമ്മളാൽ കഴിയുന്ന വിധം തയ്യാറാക്കി കൊടുക്കുക. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വീണ് കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ കണ്ടാൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പൊ ഇതൊക്കെയാണ് ഉരുൾപൊട്ടലിനെ നേരിടാനായിട്ടുള്ള മാർഗങ്ങൾ. ഇനി നമ്മൾ നേരത്തെ സുനാമി സാധ്യതാ മുന്നറിയിപ്പ് ഡാർട്ട് സംവിധാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള സംവിധാനം എന്താണ്? ഉരുൾപൊട്ടൽ മനസ്സിലാക്കാനായിട്ടുള്ള ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് ഈ പറഞ്ഞ കവചം എന്നത്. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് കവചം എന്നത്. ഓക്കെ, അപ്പോ കവചത്തിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കണം കേട്ടോ. അപ്പോ കവചം എന്താണ്? ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ്. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിന് ഉള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ടാൽ സ്ഥാനം മനസ്സിലാക്കാനായുള്ള SMS ലൊക്കേഷൻ ബേസ്ഡ് SMS സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താ വിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും സൈറൻ സ്ട്രോബ് ലൈറ്റ് ശൃംഖല പ്രവർത്തിപ്പിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തലത്തിൽ നടപടികൾ സ്വീകരിക്കുകയുമാണ് ഈ ഒരു കവചം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കവചം പദ്ധതി. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു സേവനമാണ് കവചം എന്ന് പറയുന്നത്. പൂർണ്ണരൂപം കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, വിവിധ ഭൗമചലനങ്ങൾ, അനുബന്ധ പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത നിവാരണ ലഘൂകരണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നാം ഈ ഒരു അധ്യായത്തിൽ കണ്ടത്. അനിയന്ത്രിതമായി മനുഷ്യ പ്രവർത്തനങ്ങളും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളെ വൻ ദുരന്തങ്ങളാക്കി മാറ്റുന്നത്. നാം ജീവിക്കുന്ന ഇടമാണ് പരിസ്ഥിതി. അവിടെ നടക്കുന്ന മനുഷ്യ പ്രവർത്തനങ്ങളും അനുബന്ധ മാറ്റങ്ങളുമൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടും പരസ്പര പൂരകമാണ് എന്ന് മാത്രമല്ല, അത് അനിവാര്യവുമാണ്. ഓക്കെ,
അപ്പൊ ഇവിടെ നാം ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ, ഈ ഒരു പരിസ്ഥിതിയിൽ ഇവിടെ നടക്കുന്ന മനുഷ്യ പ്രവർത്തനങ്ങളും അനുബന്ധ മാറ്റങ്ങളുമാണ് വികസനം എന്ന് പറയുന്നത്. ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇവിടെ മനുഷ്യ പ്രവർത്തനങ്ങളും പ്രകൃതിയും തമ്മിൽ സംഘർഷങ്ങൾ നടക്കുമ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ വൻ ദുരന്തങ്ങളായി മാറുന്നത്. എങ്കിൽ കൂടി ഈ ഒരു വികസനം നമുക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ ഇവ പരസ്പര പൂരകങ്ങളാണ്, അനിവാര്യവുമാണ്. പരിധിയുള്ള ഒരു ലോകത്തിനകത്ത് പരിധിയില്ലാത്ത വികസനം അസാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നവയാണ് ഓരോ ദുരന്തവും. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കായി മാത്രം അവയെ ചൂഷണം ചെയ്യാതിരിക്കുക, ഭൂമിയെ ചൂഷണം ചെയ്യാതിരിക്കുക. ഇവിടെയാണ് സുസ്ഥിര വികസനത്തിന്റെ പങ്ക് ഏറെ പ്രാധാന്യമുണ്ടാകുന്നത്. പരിസ്ഥിതി തകർച്ചയ്ക്ക് ഇടയാക്കാത്ത വിധം ജനങ്ങളുടെയും പ്രകൃതിയുടെയും നിലനിൽപ്പിനായി ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പരിമിതമായ വിഭവത്തിനായി പരസ്പരം മത്സരിച്ച് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുക എന്നതിന് പകരം പരസ്പര സഹകരണത്തിലൂടെ വേണ്ടത്ര ലഭ്യമാക്കുക എന്നതാവണം വിഭവ വിനിയോഗ രീതി എന്ന് പറയുന്നത്. ഭാവി തലമുറയുടെ അവശ്യ ജീവനോപാധികൾ നിറവേറ്റുന്നതിനുള്ള പാരിസ്ഥിതിക ശേഷിക്ക് പോറലേൽക്കാതെ നിലവിലുള്ള ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനാകണം. പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം, ഒപ്പം സുരക്ഷിതരായും ഇരിക്കാം. നാളത്തെ സുരക്ഷിതത്വത്തിന്റെ പുലരിക്കായി നമുക്ക് കൈകൾ കോർക്കാം. അപ്പോൾ ദുരന്ത നിവാരണങ്ങളെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ദുരന്തങ്ങൾ എത്തരത്തിലാണ് ഉണ്ടാകുന്നത് എന്നും അവയെ എങ്ങനെയൊക്കെ നേരിടാമെന്നും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് ഗാന്ധിജി പറഞ്ഞതുപോലെ മനുഷ്യന്റെ ആവശ്യത്തിനായിട്ടുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ അനാവശ്യത്തിനായിട്ടോ ആർത്തിക്കായിട്ടോ ഉള്ളതില്ല. അപ്പൊ അത്തരത്തിൽ സുസ്ഥിര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളും നടക്കണം, അതുപോലെ ഭാവി തലമുറയുടെ ആവശ്യങ്ങളും നടക്കണം. അത്തരത്തിൽ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനാകുന്ന തരത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടുന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ വളരെ വലിയൊരു ചാപ്റ്ററാണ്, അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ക്ലിയർ ആവാത്ത ഭാഗം ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ 10th ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പോർഷൻസ് ഉണ്ട്, കുറച്ചധികം വലിയൊരു ഭാഗമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ ഒരു ചാപ്റ്ററിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു മനസ്സിലാക്കൽ മുൻനിർത്തിക്കൊണ്ട് പഠിക്കുക, ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, വീണ്ടും പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.